ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्री नारायण പരമഗുരവേ നമഃ. ശാഖായോഗത്തിൻ്റെയും കൃതി പഠന ക്ലാസിൻ്റെയും ശ്രീനാരായണ പ്രാർത്ഥനാ യോഗത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള പ്രഥമ ശ്രീനാരായണ പ്രഭാഷണ പരമ്പര ആദ്യമായിട്ട് എന്നെ വിനിയോഗിച്ചതിൽ, എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. ശാഖായോഗത്തിൻ്റെ ഭാരവാഹികൾ, വിശിഷ്യ കൃതി പഠനത്തിൻ്റെ കോർഡിനേറ്റർ ശ്രീ രഞ്ജിത്ത്, ശാഖായോഗത്തിൻ്റെ സമാരാധ്യരായ നേതാക്കന്മാരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു നവവധുവിനെ അണിയിച്ചൊരുക്കുന്നത് പോലെ എന്നെ ഈ സ്റ്റേജിൻ്റെ ഒരറ്റത്ത് പല മൈക്കുകളും പല ആഡംബരങ്ങളും ഒക്കെ ആയിട്ട് ഈ നമ്മളെ ഈ ശാഖ ഒരുക്കി ഒരു പ്രഭാഷകനാക്കി നിർത്തുന്ന അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിനെ ഞാൻ അഭിമാനത്തോടെ കാണുന്നു. കാരണം ഞാൻ ഒരു പ്രഭാഷകനാകാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരാളല്ല. അബദ്ധത്തിൽ അറിയാതെ ശാഖ എന്നെ ഒരു പ്രഭാഷകനാക്കിയതാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ആവശ്യത്തിന് ഒരു ചതയ ദിവസം വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഉച്ചയ്ക്ക് നല്ല വിശപ്പ് സമയത്ത് ഉച്ചയ്ക്ക് വീട്ടിലേക്കൂടെ വന്നപ്പോ പ്രാർത്ഥന കണ്ടി സൈഡിലൊന്ന് കയറി ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥന കൂടാതൊന്നുമില്ല, ഊണിന്റെ സമയമായത് കഴിച്ചിട്ട് പോകാനെന്ന് ഓർത്തിരുന്നു. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയുടെ സമയം ഏകദേശം കഴിയാറായ സമയത്ത് അന്നുണ്ടായിരുന്ന സെക്രട്ടറിയും അന്നത്തെ നമ്മുടെ പ്രസിഡന്റും എന്ന് പറഞ്ഞ അനിച്ചതിനെയായിരുന്നു അന്നും എന്നോട് 2 വാക്ക് സംസാരിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ നിന്ന് ഉച്ചയ്ക്ക് വന്നു, ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ, അങ്ങനെ വാക്ക് സംസാരിക്കേണ്ട ആളേ അല്ല. എന്നോട് പറഞ്ഞു ഒരു 2 വാക്ക് സംസാരിക്കാൻ. ഞാൻ എന്താ ഈ 2 വാക്ക്? ഇവരിത് പറഞ്ഞു വെച്ച് ഇവിടെ വന്ന് സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ശാഖാംഗം അത് കമ്മിറ്റി അംഗമൊന്നും ആയിട്ടില്ല, സാജൻ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ അവിടുന്ന് 10 അടി എങ്ങനെയാ വന്നെന്ന് എനിക്കറിയത്തില്ല. ആകപ്പാടെ ഒരു വെറൈറ്റി, ഒരു സംഭ്രമം, ഒരു വല്ലാഴിക. മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ടില്ല, മൈക്കില്ലായിരുന്നു വന്നു. പക്ഷെ എന്നാലും ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ, അന്ന് ഇത്രയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു, എന്നാലും ഒരു 5 പേരുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാഴികയാണ്. അപ്പം അത് ഞാൻ അന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, എനിക്കൊന്നും അറിയത്തില്ല, ഇവരെന്തോ ആണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് എന്നിലൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ എൻ്റെ ഒരു തുടക്കമായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഗുരുദേവകൃതികളൊന്നും പഠിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന പഠിത്തമാകാറുണ്ട്. പഠിത്തം ഒരുപാട് പ്രാവശ്യം വായിച്ച് എനിക്കതൊരു ലഹരിയാകുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോഴും എനിക്കൊരു ലഹരിയാണ് പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥനയുടെ ലഹരി എന്നൊക്കെ പറയുന്നത് ഓരോ തരത്തിലായിരുന്നു. ആദ്യം കൃതികൾ ഇങ്ങനെ ചൊല്ലി പഠിച്ച് അതൊരു ഇഷ്ടമാകാൻ തുടങ്ങി. പിന്നെ എനിക്കിഷ്ടം എന്തായിരുന്നു? ചരമപ്രാർത്ഥന. നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് നമുക്ക് ഒരു ചെറിയ കീർത്തനത്തിലൂടെ തുടങ്ങാം. എന്താന്ന് വെച്ചാല്, പല കുടുംബയോഗത്തിലും ചെന്ന് 2 വാക്ക് സംസാരിക്കുമ്പോഴേ അവിടെ പറയും നീ കുടുംബശ്രീക്ക് പോകണം, പിന്നെ സമയമില്ല, 10 മിനിറ്റ് ആയില്ല, 20 മിനിറ്റ് ആയില്ല. എനിക്കൊന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു ശകലം സമയം എടുക്കും. എന്താണെന്ന് അറിയത്തില്ല, നേരത്തെ തൊട്ട് അങ്ങനെ ആയിപ്പോയി. അപ്പം നമ്മുടെ നിത്യാമ്മയൊക്കെ പറയുമ്പോൾ, സാജൻ പറയുമ്പോൾ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിമിനകത്ത് നിന്ന് അവരിങ്ങനെ സംസാരിക്കുന്നത് നല്ലതൊക്കെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഫ്രെയിമിന്റെ ആണോ എന്തിന്റെ ആയാലും ഞാൻ ഈ പറഞ്ഞു വരുമ്പം
ഒരു ശകലം സമയമൊക്കെ എടുക്കുന്നത് കൊണ്ട് ഇന്നിപ്പം നമുക്ക് വേറെ എങ്ങും പോകണ്ട, ഭക്ഷണമുണ്ട്. അപ്പം എല്ലാവരും മനസ്സിനെ പൂർണ്ണമായിട്ടും ഈ ഒരു ഗുരുസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട്, ഈ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ മനസ്സിനെ അടക്കി ഇരുത്തിക്കൊണ്ട് ഇതൊന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയുന്നില്ല. സത്യം, ഞാനൊന്നും പഠിച്ചിട്ടില്ല. കാരണം പഠിച്ചു പറയുന്ന ഒരു പരിപാടി എനിക്കില്ല. ഞാൻ പ്രഭാഷണം ഉണ്ട് എന്ന് പറയുമ്പോൾ 2 ദിവസം മുമ്പൊക്കെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ പുസ്തകം എടുത്തുകൊണ്ട് അകത്ത മുറിയിലോട്ട് പോകുമ്പോൾ ഭാര്യയോട് പറയും ഞാൻ പഠിക്കാൻ പോകുന്നു. പക്ഷെ അവിടെ ചെന്ന് ഞാനിത് തുറന്നു നോക്കി എനിക്കൊന്നും പഠിക്കാൻ പറ്റാറില്ല. കാരണം എൻ്റെ ഉള്ളില് ഇപ്പോഴും മനസ്സ് വെറൊരു സ്ക്രീനാ, വെള്ള സ്ക്രീൻ, അതിലൊന്നുമില്ല, ബ്ലാങ്കാണ്. അതിന് ഭഗവാൻ എന്തെങ്കിലും തരണം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എന്നിലൂടെ ഭഗവാൻ തരും. ഇവിടെ സത്സംഗത്തിനൊക്കെ എങ്ങനെയാ, ഞായറാഴ്ച ദിവസം രാവിലെ എന്താ ഇന്ന് ഇവരോട് ഞാൻ പറയേണ്ടത്? ധ്യാനത്തിന് ഒരു 10 മിനിറ്റ് കാണും, ഒരു 15 മിനിറ്റ് കാണും. ഈ 15 മിനിറ്റ് നേരം എന്തെങ്കിലും ഒന്ന് പറയണ്ടേ ഭഗവാനെ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ധ്യാനം, ജപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കഥ, എന്റെ സ്റ്റുഡൻസ് ഇരിപ്പുണ്ട് ഇവിടെ, ഏറ്റവും ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവര് പറയുന്നത്. ഞാൻ എന്താ പറയുന്നത് സത്യത്തിൽ എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തത് കൊണ്ടല്ല, ഞാനൊരു ഉപകരണം മാത്രമാണ്. ഒരു ഉപകരണം അറിയാലോ, ഒരു തബലയ്ക്ക് അല്ലെങ്കിൽ ഒരു ക്ലാർനെറ്റിന് അല്ലെങ്കിൽ ഒരു ഹാർമോണിയത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഉള്ളിൽ നാദമില്ല. അവിടെ ഇരുന്ന് ഒരാൾ വായിച്ചെങ്കിൽ മാത്രമേ ഒരു നാദം ആവത്തുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ വെറും ഒരു ഓടക്കുഴലാണ്. ഓടക്കുഴൽ കണ്ടിട്ടുണ്ടോ? അതിന്റെ ഉള്ളിൽ വെറും ഹോൾ മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല, കുറച്ച് തുളകൾ മാത്രമേ ഉള്ളൂ. അതിലൂടെ നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങള്, രാഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഒരു നല്ല അറിവുള്ളവർ ഇതിന് പുറകിലിരുന്നാൽ. അപ്പൊ ഞാൻ വെറും ഒരു ഉപകരണമാണ്. ആ ഉപകരണത്തിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാനെ കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അറിയാൻ, ഈ പ്രപഞ്ചത്തെ കുറിച്ച് അറിയാൻ, നമ്മളിലെ ബോധത്തിനെ കുറിച്ച് അറിയാൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്നിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കീർത്തനത്തിന്റെ 2 ചെറിയ വരികൾ, 2 കണ്ണികൾ ചൊല്ലാം. അറിയാവുന്നവർ കൂടെ ചൊല്ലാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന. ഉണരൂന്നി ഉണരൂന്നി ശ്രീ ഗുരുദേവാ, ഉണരൂമൻ ഹൃദയത്തിൽ മണിദീപമെന്നി, മായാതെ മങ്ങാതെ നിൻ തിരുരൂപം തെളിയണമെന്നൂടെ ഹൃദയത്തിലെന്നും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന മാനവ ബോധമുയരണമെന്നും സത്യത്തെ അറിയുവാൻ ഗുരുവല്ലോ സാക്ഷി, തെളിയണമെന്നൂടെ ഹൃദയത്തിലെന്നും. കരൾ നൊന്തു ഞാൻ എൻ്റെ സങ്കടം ചൊല്ലാം, കരളിൽ കനിവോടെ നീ കേൾക്കുകില്ലേ, കരുണാനിധേ നിന്നെ കൈവാണമുന്നേ, തെളിയണമെന്നൂടെ ഹൃദയത്തിലെന്നും. അന്തിയിൽ കൈകൂപ്പി ധ്യാനിക്കും നിന്നെ, അകതാരിൽ നിറയേണെ നിൻ കൃപാജാലം, നിന്നൂമിളങ്ങട്ടെ നിൻ തിരുരൂപം, മായാതെ മങ്ങാതെ വാഴുകയെന്നും. കാലം കടന്നാലും സത്യമാമൊന്നിൽ നവ്യമ പൊൻകതിർ ചേതനയിങ്കൽ, സത്യധർമാതി വിരിയിച്ചു നന്നായി വിലസേണം എന്നൂടെ ഹൃദയത്തിലെന്നും. ഉണരൂന്നി ഉണരൂന്നി ശ്രീ ഗുരുദേവാ, ഉണരൂമൻ ഹൃദയത്തിൽ മണിദീപമേന്തി, മായാതെ മങ്ങാതെ നിൻ തിരുരൂപം തെളിയണമെന്നൂടെ ഹൃദയത്തിലെന്നും. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം, എന്ന് വെച്ചാൽ പ്രഭാഷണത്തിലേക്ക് കിടക്കാം.
നമ്മളിപ്പോ ആമുഖമായിട്ട് പറഞ്ഞതും ഇപ്പൊ ഈ ഒരു കീർത്തനമൊക്കെ എന്തിനാണെന്നറിയോ? ഇങ്ങോട്ട് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് വരാനാ. വീട്ടിൽ നിന്ന് വന്ന വഴിക്ക് പല സ്ഥലത്ത് ചെതറിക്കിടക്കുന്ന മനസ്സിനെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ഈ ദിവ്യ സന്നിധിയിലേക്ക് ആക്കിയെങ്കിൽ മാത്രമേ ഈ ഗുരുവിന്റെ വാക്കുകൾ, വചനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരത്തുള്ളൂ. ഉൾനിലത്ത് ഈ ഭക്തിയുടെ വിത്ത് ഉൾനിലത്ത് ഇടണം. മനസ്സിലായല്ലേ? നമ്മുടെ ഉള്ളാകുന്ന നിലത്ത് ഈ ഭക്തിയുടെ വിത്ത് ഇട്ടിട്ട് അവിടുന്ന് അത് കിളുക്കണം, തളിർക്കണം, വളരണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിന് അത് ഗുണമാകത്തുള്ളൂ, ഐശ്വര്യമാണ്. ഗുരുദേവ ദർശനം എന്താണ്? അദ്വൈതം, ദ്വൈതമല്ലാത്തത്, രണ്ടല്ലാത്തത് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടുണ്ട്. ഏതാണ് ഇവിടുത്തെ രണ്ട്? മനസ്സിലായോ? ഏതാണ് ഇവിടുത്തെ രണ്ട്? ഈ പ്രകൃതിയും ഞാനും, ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ പ്രപഞ്ചവും ഞാനും. ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും, നമ്മളും. മനസ്സിലായോ? ഞാനൊന്ന്, പ്രപഞ്ചം ഒന്ന്. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും കൈവച്ച് ഞാൻ എന്ന് പറയുന്നത് അതാണ്. ആ രണ്ട്, ഈ രണ്ടും രണ്ടല്ല, അതൊന്നാണ്. അതാണ് ഇതിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒറ്റ വാക്കിലുള്ള ഉത്തരം. അദ്വൈതം എന്ന് പറഞ്ഞാൽ ദ്വൈതമല്ലാത്തത്. ആ ദ്വൈതമല്ലാത്തത് എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്തത് എന്ന് പറയുന്നത് ഒന്ന്. ആ ഒന്ന് ഏതാണ്? പക്ഷെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. ശരിയല്ലേ? അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. ആഭരണങ്ങളായിട്ടുള്ള മാല, വള, കമ്മല്, കൊലുസ്, ഇങ്ങനെ പലതരത്തിൽ ധരിക്കുന്ന ആഭരണങ്ങൾ ഒക്കെ വേറെ വേറെയാ. കമ്മലായിട്ടും മാലയായിട്ടും കൊലുസായിട്ടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആഭരണങ്ങൾ വേറെ വേറെയാണെങ്കിലും അതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? സ്വർണം അല്ലേ? നമ്മുടെ സെക്രട്ടറി ആണേലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കിലാണേലും നമ്മൾ അത് പണയം വെക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മാലയ്ക്കൊരു വില, കൊലുസിനൊരു വില, വളയ്ക്കൊരു വില, അങ്ങനെയല്ലല്ലോ. സ്വർണത്തിന്റെ തൂക്കമല്ലേ എടുക്കത്തുള്ളൂ, ഇല്ലേ? അപ്പൊ അത് സ്വർണമാണ്, അതിലടങ്ങിയിരിക്കുന്നത് സ്വർണമാണ്. അപ്പൊ അതിനെ സ്വർണം ആയിട്ട് കാണുക. പിന്നെ ആഴി, തിര, നുര, പത. ഒരു കടലിന്റെ അറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ, ഒരു കടലിന്റെ ഓരത്ത് ചെന്ന് നിൽക്കുമ്പോൾ അതിന്റെ അലയടിച്ചു വരുന്ന തിരമാല, ആ തിരമാലയുടെ അറ്റത്തേക്ക് പോകുന്ന പത, നുര ഒക്കെ ഉണ്ടല്ലോ, പലതായിട്ടാണ് നമ്മൾ കാണുന്നത്. തിരമാല വേറെ കാണുന്നു. ആ തിരമാല പൊങ്ങി വന്നിങ്ങനെ താന്നു വന്നു കഴിഞ്ഞ് ആ തീരത്തോടടുത്ത് ചേർന്ന് വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നുരയും പതയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ വേറെയായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണുകൊണ്ട്, ഇല്ലേ? ഈ വേറെ വേറെയായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ആ കടലിലെ വെള്ളമാണ്. ശരിയല്ലേ? ആ കടലിലെ വെള്ളമാണ് തിരയായിട്ട് വരുന്നതും, ആ കടലിലെ വെള്ളമാണ് നുരയായിട്ട് വരുന്നതും, ആ കടലിലെ വെള്ളമാണ് പതയായിട്ട് വരുന്നതും ഒക്കെ. പലതായിട്ട് കാണുന്നതൊക്കെ ഒന്നിന്റെ തന്നെ ബഹുരൂപങ്ങളാണ് കുഞ്ഞെ. അതുകൊണ്ട് ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് സത്യം. പക്ഷെ ഇതാണ് നമുക്ക് മനസ്സിലാകാത്തതും. ഇത് തന്നെയാണ് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതും. പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തതായതുകൊണ്ടാണ് ഇത് അതീവ ഗുഹ്യമാണ്, രഹസ്യമാണ് എന്ന് പറയുന്നത്. വേദാന്തം രഹസ്യമാണെന്ന് പറയുന്നത്. വേദാന്തം രഹസ്യമാകുന്നത് എന്തുകൊണ്ടാണ്? ആരോടും പറയാത്തത് എന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കുന്നത് കൊണ്ടല്ല, പറഞ്ഞാലും ഒച്ചത്തിൽ പറഞ്ഞാലും മനസ്സിലാകാത്തതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇനി നമുക്ക് ദർശനത്തിലേക്ക് വരാം. ഗുരുവിന്റെ ദർശനം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കാഴ്ച, ഗുരുവിന്റെ കാഴ്ചപ്പാട്. നമുക്കൊക്കെ ദർശനങ്ങളുണ്ട്, അല്ലേ? നമുക്കൊക്കെ ഓരോ അറിവുണ്ട്. നമ്മളാരും മോശക്കാരല്ല. നമ്മളുടെ അറിവുകൾ എത്രത്തോളം ശരിയാണ്, നമ്മളുടെ അറിവുകൾ എത്രത്തോളം നമുക്ക് സ്വസ്ഥത തരുന്നുണ്ട്, നമ്മളുടെ അറിവുകൾ എത്രത്തോളം നമുക്ക് സമാധാനം തരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനം. നമുക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, അറിവുണ്ട്. പക്ഷെ എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള സത്യമായിട്ടുള്ള അറിവിലെത്തേണ്ടത്? എനിക്ക് തന്ന വിഷയത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ പറയുന്നത്. വളരെ ശ്രദ്ധിച്ചിരുന്നാലേ ഇത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിലെ സത്യം, നമ്മളിലെ സത്ത്, ദൈവം എന്ന് പലതായിട്ട് കാണപ്പെടുന്നതൊക്കെ എന്താണ്? ഒരു ദൈവത്തിന്റെ തന്നെ ബഹുരൂപങ്ങളാണെന്നും
ആ ഒരു ദൈവം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്നും ആണ് ഗുരു നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. എന്തിനാ ഗുരു ഇത് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്? നമ്മള് സ്വയം മാനേജ് ചെയ്തു വരും. ഒരു ചെറിയ സങ്കടം വരുമ്പോൾ, ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആടി തകർന്ന് ഞാൻ തീർന്നു, എനിക്കിനി അപ്പുറത്തോട്ടില്ല എന്ന് പറഞ്ഞ് മടുത്ത് മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ട്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള ആത്മശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. ആ ആത്മശക്തിയെ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? അതാണ് നമുക്ക് ഗുരു ദർശനം നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ശ്രീനാരായണ ഗുരുദേവ ദർശനം നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയാൽ നമുക്ക് നിത്യമായിട്ടുള്ള ഒരു സമാധാനവും സ്വസ്ഥതയും സന്തോഷവും കിട്ടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പക്ഷെ ഇപ്പം നമുക്ക് സ്വസ്ഥത കിട്ടുന്നുണ്ടോ? ഇപ്പൊ സമാധാനം കിട്ടുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ തൊഴുന്നില്ലേ, ചതയവ്രതം എടുക്കുന്നില്ലേ, നമ്മൾ ഗുരുദേവ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നില്ലേ, കൃതികൾ കാണാതെ പഠിക്കുന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തത്? നമ്മൾ അതിന്റെ അർത്ഥത്തിൽ, ഗുരു ഉദ്ദേശിച്ച അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളാഞ്ഞത് കൊണ്ടാണ്, ഉൾക്കൊള്ളാതിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? അതെങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? ഇതെങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? അതും ഗുരുദേവന്റെ കൃതികളിലൂടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ പറഞ്ഞ് മനസ്സിലാക്കുന്നതും നമുക്ക് മനസ്സിലായില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ മനസ്സ് ജ്യോതിചക്രം കണക്കൻ മനമിളകി മറിഞ്ഞായുരന്തം വരും മുൻ ബോധക്കേടൊക്കെ നീക്കി ജ്യോതിചക്രം കണക്ക് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ട് നടക്കും നമ്മുടെ മനസ്സ്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വേറെ വല്ലയിടത്തും ഇരിക്കും, അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കത്തില്ല. ഇങ്ങനെ അടങ്ങിയിരിക്കാത്ത മനസ്സുമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും ആള് കൂടുന്നത്. എവിടെ ചെന്നോ സമാധാനം കിട്ടുമെന്നുള്ള രീതിയിൽ അല്ലഞ്ഞോടിപ്പാഞ്ഞ് നടക്കുക. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പണ്ട് വയലാർ ഒരു ഗാനത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ അലഞ്ഞു, അവിടെയുമിൽ ഈശ്വരൻ വിജനമായ ഭീതിയിൽ ഈശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ അലഞ്ഞു, അവിടെയുമില്ലിവിടെയുമിൽ ഈശ്വരൻ വിജനമായ വീതിയിലും ഈശ്വരൻ. അവസാനം ഇയാൾ എവിടെ ചെന്നറിയോ? മണ്ണിലൊക്കെ നടന്നു, ഈശ്വരന്റെ കാൽപ്പാടുകൾ തപ്പി. വിണ്ണിലൊക്കെയാണ് അലഞ്ഞു നടന്നു, ആകാശത്ത് നോക്കി. അവിടെ പക്ഷികളോട് ചോദിച്ചു ഈശ്വരൻ എവിടെയാണെന്ന്. പക്ഷികൾ പറഞ്ഞു ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞിട്ട് അവര് പറന്നുപോയി. ഒടുവില് അവസാനം എന്നിലേക്കും ഞാൻ തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരന്റെ വാസം. ഹൃദയത്തിലാണ് ഈശ്വരന്റെ വാസം എന്നും സ്നേഹമാണ് ഈശ്വരന്റെ രൂപം എന്നും മനസ്സിലാക്കിയപ്പോൾ ആ അന്വേഷകൻ, ആ പഥികൻ, അല്ലെങ്കിൽ ആ എന്താ പറയുക, അലഞ്ഞു നടക്കുന്ന അവധൂതനെ പോലെ നടന്ന ആ മനുഷ്യന്റെ അലച്ചിൽ അവിടെ നിർത്തിയ ചങ്ങർക്ക് മനസ്സിലായി ഈശ്വരൻ എവിടെയാണെന്ന്. ആ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായത് എന്തുകൊണ്ടാണ്? അദ്ദേഹം കടലിലും കായലിലും കുന്നുകളിലും എല്ലാ സ്ഥലങ്ങളിലും അലഞ്ഞ് തപ്പിത്തരഞ്ഞ് നടന്നിട്ടും കാണാതെ വന്നപ്പോ അയാള് പിന്നെ നോക്കാനുള്ളത് എവിടെയാണ്? തന്റെ ഉള്ളിലേക്കാണ്. അതാണ് ഗുരു നമ്മളോട് പറഞ്ഞു തന്നത്. അറിവിനുമേറിയറിഞ്ഞിടുന്നവൻ തൻ ഉരുവിനുമൊത്തുപുറത്തു മുച്ചൊരിക്കും, കരുവിനു കണ്ണുകളഞ്ചു ഉള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം. നിന്റെ ഇന്ദ്രിയങ്ങളെ എല്ലാം അടക്കി വെച്ച് ഉള്ളിലേക്ക് നോക്ക്. ഉള്ളിലേക്ക് നോക്കിയിട്ട് വീണ് വണങ്ങ്, ഓതിടേണം എന്ന് പറഞ്ഞത് നമ്മുടെ ആത്മോപദേശ ശതകം മുഴുവൻ നേരിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്. ഉദാഹരണങ്ങൾ ഒന്നുമില്ലാതെ ഗുരു നമ്മളോട് നേരിട്ട്
പറഞ്ഞു തരികയാണ് ഈ സത്യങ്ങൾ മുഴുവൻ. പരവശരാകരുത്. പരവശരായി പരതത്വമൻ എന്ന് പറഞ്ഞാൽ അയൽവക്കംകാരന്റെ തിണ്ണാൽ പോയി ഇങ്ങനെ ഇരിക്കരുതെന്ന് അവന്റെ ഇഷ്ടത്തിന് നോക്കി. നിങ്ങളെ മനപ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, കളിയാക്കുന്ന വാക്കുകൾ കേട്ട് അത് സ്വീകരിച്ചിട്ട് എടുത്തങ്ങ് നിങ്ങൾ ഇല്ലാതാകരുത്. കാരണം എന്താ? അതാ പരവശരാകരുത്. തന്റെ ഇടം വേണം. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാക്കണം. ഞാൻ ആരാണ് എന്നുള്ള ആ ബോധത്തിൽ നമ്മൾ എങ്ങനെയാണ് എത്തേണ്ടത് ഗുരു നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ 64 കൃതികളിലൂടെ. ഗുരുദേവന്റെ ഓരോ കൃതികളും നമുക്ക് ജീവിക്കാനുള്ള സമവാക്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആ സമവാക്യങ്ങളൊന്നും അറിയുന്നില്ല. നമുക്ക് അഷ്ടമിരോഹിണി വരുമ്പം കൃഷ്ണന്റെ അമ്പലത്തിൽ പോകണം, മണ്ഡലകാലം വരുമ്പോ അയ്യപ്പന്റെ സ്ഥലത്ത് പോകണം, നമുക്ക് പളനിയിൽ പളനി മുരുകന്റെ ഇത് വരുമ്പോ അങ്ങോട്ട് ഓടണം, അവിടെ ഇവിടെ ഓടി 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 ഓടരുതെന്നോ പോകരുതെന്നോ അല്ല, എന്തിനാണ് പോകുന്നത് ആദ്യം അറിയണം. മനസ്സിലായോ? ഞാൻ ഈ നമ്മുടെ കുഞ്ഞുങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്താണ് ക്ഷേത്രമെന്ന് അറിയണം കുഞ്ഞുങ്ങളെ. ക്ഷേത്രം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ക്ഷേത്രത്തിൽ പോകാൻ. നമ്മൾ ഇതൊന്നും പോകരുതെന്നോ അവിടെ തൊടരുതെന്നോ ഇവിടെ തൊടരുതെന്നൊന്നുമില്ല. ഞാൻ എന്താണ്, നാം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു ബോധം വേണം. അതാണ് ഗുരു പറഞ്ഞത്, അവൻ ഇവൻ എന്നതോർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവർ അവരെന്നെ സുഖത്തിനായി വരണം. ഇതൊക്കെ ചെറുപ്പം തൊട്ട് നമുക്ക് സത്യത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ജ്ഞാന ഭക്തിയിലേക്ക് നമുക്ക് ചെറുപ്പം തൊട്ട് പോകാൻ പറ്റാത്തത് നമ്മുടെ ഒരു വലിയ ദുര്യോഗമാണ്. പറ്റാത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രമക്കുറവാണ്, നമ്മുടെ ഉപേക്ഷ, നമ്മുടെ ശ്രമിക്കാഴികയാണെന്ന് തന്നെ പറയാം. കാരണം എന്താന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുമ്പ് ഞാനൊരു 99 വയസ്സുള്ള ഒരു അമ്മേനെ പരിചയപ്പെട്ടു. നമ്മുടെയൊക്കെ അടുത്തുള്ള അമ്മയാണ്. പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടാകും ആൾക്കാരുടെ ശ്രദ്ധ. അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന ഒരു അമ്മയാണ്. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി. ഭർത്താവ് വലിയ ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്ത ഒരച്ഛനായിരുന്നു. അപ്പം മക്കള് 2-3 പെൺപിള്ളേരുണ്ട്, ആൺപിള്ളേരുണ്ട്. അങ്ങനെ ഈ അമ്മ കഷ്ടപ്പെട്ട് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നതിന്റെ ഇടയിലും ഈ അമ്മ ഈ 1-ാം തീയതി ദിവസം ഈ പൊൻകത്തുകാവി രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്ന ഒരു അമ്മയായിരുന്നു. ഏകദേശമൊക്കെ ഒരു ക്ലൂ ആണ്. അപ്പം അത് ആ അമ്മ ഇങ്ങനെ വായിക്കുമായിരുന്നു. അപ്പൊ ഇപ്പം ഇത് പറയാൻ കാര്യം, ഞാൻ ഈ മിനിഞ്ഞാന്ന് ഈ അമ്മേനെ ചെന്ന് പരിചയപ്പെട്ടപ്പോ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ച്. അപ്പൊ മുറ്റത്തൂടെ വല്ലാതെ ഇങ്ങനെ നടക്കും, നല്ല കുടിച്ചേച്ച ആൾക്കാർ നടക്കുന്ന പോലെ ഇങ്ങനെ ആടിയാടി ഇങ്ങനെ നടക്കും. വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് 99 വയസ്സുണ്ട് കേട്ടോ, എന്നാലും ഓർമ്മയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓർമ്മയുണ്ടെന്ന് തോന്നാൻ കാര്യം ഈ പുറമെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു, ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ ഒറ്റയ്ക്ക് മതി, എന്തിനാ ഒത്തിരി പേര് അല്ലേ? ഞാൻ പറഞ്ഞു അതെ, എന്തിനാ ഒത്തിരി പേര്, ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരത്തി അങ്ങോട്ട് തിരിഞ്ഞ് പോയപ്പോ പറഞ്ഞ എന്താണെന്നറിയോ? നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ ജയ പാദ സരോജം അകമേ വിലസുക നാരായണ ജയ. ആ പാട്ട്, ആ കീർത്തനം, ഹരിനാമകീർത്തനം ഇങ്ങനെ ചൊല്ലി വേച്ച് പോകുന്ന ആ അമ്മയുടെ ആ പോകുന്ന ആ ശബ്ദത്തിന്റെ അങ്ങേ അറ്റം ചെല്ലുന്നവരെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നു. കാരണം എന്താണെന്നറിയോ? 99 വയസ്സ് ഉള്ളപ്പോഴും ആ അമ്മ പാടുകയാണ് അകമേ വിലസുക നാരായണ ജയ. എന്താണെന്നറിയോ? ചെറുപ്പത്തില് അത് ഉള്ളിലായി, ആ ഭക്തിയുടെ വിത്ത് ഉള്ളിലായി. ഈ സമയത്ത് മക്കളെ മരുമക്കളെ ഒക്കെ കുറ്റം പറഞ്ഞ് അതും ഇതും ഒക്കെ പെറുപെറുത്ത് നടക്കേണ്ട സമയത്ത് ആ അമ്മ പാടിക്കൊണ്ട് പറയാ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അകമേ വിലസുക നാരായണ ജയ. ആ നടപ്പിൽ പോലും ഒരു ഡാൻസറിന്റെ സ്റ്റെപ്പ് വെച്ച് ആ അമ്മയുണ്ടല്ലോ, ആ അമ്മയുടെ ആ ശരീരമല്ല പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ ഭക്തിയില് നമ്മളാകണം. അതാ ഗുരു ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? ശ്രീനാരായണ ഗുരുദേവൻ ഒടുവിലത്തെ സമയത്ത് പറഞ്ഞു ദിവ്യദശകം ചൊല്ലൂ, അതിനു മുമ്പ് പ്രകരണ ഗ്രന്ഥങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചൊല്ലൂ. എന്താ ശ്രീരാമൻ എഴുതിയ ഒരു സാധനം ഉണ്ടല്ലോ, ശ്രീരാമൻ എഴുതിയില്ല, വസിഷ്ഠൻ അല്ല, അങ്ങനെ ഒരു സാധനമുണ്ട്.
വസിഷ്ഠൻ എഴുതിയിട്ട് വസിഷ്ഠൻ ചൊല്ലുന്ന ഒരു സാധനം. ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. എനിക്കറിയാൻ പറഞ്ഞിട്ടല്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. യോഗവാസിഷ്ടം ചൊല്ലു എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഇനി സമയം പോയാലോ എന്നാരും വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് തൊട്ട് ഇതിനകത്തൂടി ഒന്ന് അയക്കി. എനിക്ക് ഇതിൽ ഒരു വലിയ ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, ഞായറാഴ്ച നമുക്കുള്ള പ്രാർത്ഥനയുണ്ട്, ചേട്ടൻ ഏതായാലും ചുമ്മാ ഇരിക്കില്ലേ, ഇപ്പൊ ജോലിക്കൊന്നും പോകണല്ലോ, രാവിലെ വരണം, ഞായറാഴ്ച രാവിലെ വരണം. വന്നു അദ്ദേഹം അന്ന് തൊട്ടല്ലോ ഞായറാഴ്ച വരും. എത്ര സന്തോഷത്തോടെ ഇരിക്കുന്നറിയോ. ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ്. കാരണം എന്താണെന്നറിയോ, ഇനി കലികാലത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് പത്രമാധ്യമങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, പത്രം എടുത്ത് വായിച്ച് കേട്ട് കഴിഞ്ഞാൽ, ടി വിയിൽ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൻ മകനെ കൊന്നു, മകൻ അപ്പനെ കൊന്നു, അമ്മയെ വെട്ടിക്കൊന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, കഞ്ചാവ് കടത്തി. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങള് ഒന്ന് ശരിക്ക് മനസ്സ് തുറന്നൊന്ന് വഴക്ക് പറയാൻ പറ്റുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട്. നമ്മുടെ ജീവിതം ഏത് തരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഏത് തരത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അസ്വസ്ഥമായിട്ടല്ലാതെ സത്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്കും സമാധാനത്തോടു കൂടി ഉറങ്ങിയിട്ട് എത്ര നാളായി? നമുക്ക് ഭക്തി ഇല്ലാഞ്ഞിട്ടാണോ? നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? എത്രയോ പേര് പിറുപിറുക്കുന്നുണ്ട്, എന്റെ ഭഗവാനെ എന്നാലും എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്നുള്ള പിറുപിറുപ്പ് എത്ര പേർക്ക് ഉണ്ടായിരുന്നു. എത്ര പേര് സമാധാനത്തോടെ സന്തോഷത്തോടെ എന്റെ ഭഗവാനെ എനിക്കൊരു ദിവസം. കഴിഞ്ഞ ദിവസം അതും ഞാനൊരു ഉദാഹരണം കണ്ട്. ഒരമ്മ രാവിലെ വന്നിട്ട് മകൻ വിളക്ക് കത്തിച്ചിട്ട് പോകും. ആ അമ്മ ഇങ്ങനെ വന്ന് നോക്കി, മകന് കച്ചവടമായിട്ട് വിളക്ക് കത്തിച്ചിട്ട് പോകും. ആ അമ്മ ഇങ്ങനെ വന്ന് നോക്കി, കഥ അടയ്ക്കാൻ വേണ്ടി വന്ന് നോക്കിയപ്പോ ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവിടെ മകൻ വിളക്ക് കത്തിച്ചിട്ട് പോകുമ്പോ പറയാ, ഒരു ദിവസം കൂടെ തന്നല്ലോ ഭഗവാനെ, ഒരു ദിവസം കൂടെ എനിക്ക് തന്നല്ലോ, ഒരു ദിവസം കൂടെ തന്നല്ലോ. ഈ ദിവസത്തിനെ എത്ര മനോഹരമാക്കാൻ എനിക്ക് പറ്റും. പോസിറ്റീവ് എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ തന്നെയാണ് നമ്മുടെ പോസിറ്റീവ് എനർജി. നമ്മൾ തന്നെയാണ്, നമ്മുടെ ഉള്ളിലാണ് ഈ സന്തോഷം മുഴുവനുള്ളത്, നമ്മുടെ ഉള്ളിലാണ് ഈ സമാധാനം മുഴുവനുള്ളത്. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്താ നമുക്കിത് മനസ്സിലാക്കാത്തത്? ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ത്വം ഹി ബ്രഹ്മ, നീ ഈശ്വരനാണ് കുഞ്ഞ്. നീ ഈശ്വരനാണെങ്കിൽ പിന്നെന്തിനാ നീ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? നമ്മൾ ഈശ്വരനാണെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടോ? ഉള്ളിലിരിക്കുന്ന ദൈവത്തോട് ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല, പ്രാർത്ഥിക്കാറില്ല അല്ലേ? സത്യം. ദൈവമേ സച്ചിദാനന്ദ. സച്ചിദാനന്ദൻ ആരാ? സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു ദൈവമുണ്ടോ? അപ്പൊ ഗുരുദേവൻ തന്നിട്ടൊരു ശിവനുണ്ട്, മുരുകനുണ്ട്, അല്ലെങ്കിൽ മണ്ണന്തല ദേവിയുണ്ട് അല്ലെ, അങ്ങനെ ഒരുപാട് ശാരദയുണ്ട്, ഒത്തിരി പേരെ തന്നിട്ടുണ്ട് ഗുരുദേവൻ. പക്ഷെ സച്ചിദാനന്ദനെ തന്നിട്ടുണ്ടോ? മുട്ടത്തിൽ ചെന്ന് സച്ചിദാനന്ദ കുടുംബയോഗം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും, സ്തുതിയെ കാണിച്ചു കൊടുക്കും. ദൈവമേ സച്ചിദാനന്ദ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാ. സത്യചിത്താനന്ദം, സത്തായിട്ടിരിക്കുന്ന ചിത്താനന്ദം, ആനന്ദമേ നീയാ, നിന്റെ ഉള്ളിലെ ശക്തിയാ. രാവിലെ വന്ന് എഴുന്നേൽപ്പിക്കുന്ന ആരാ? കുളിപ്പിക്കുന്ന ആരാ? പല്ല് തേപ്പിക്കുന്ന ആരാ? നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആരാ? മകളുടെ കല്യാണം ഉണ്ട്, വിളിക്കാൻ പോകുന്ന ആരാ? ദൈവമാണോ? തീരുമാനിക്കുന്ന ആരാ? ആരാ? നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന ആരാ? എന്നാലും നമ്മൾ ഏത് കാര്യത്തിന് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? സത്യമല്ലേ? ഇതെവിടെ ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്? ഇതെങ്ങനെയാണ് നടക്കുന്നത്? നമുക്ക് സത്യത്തില് നമ്മളെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? രാവിലെ ഇഡലി തിരുന്നു, ദോശ തിരുന്നു, പുട്ട് തിരുന്നു അല്ലെ? ഈ കഴിക്കുന്ന സാധനം ഈ തൊണ്ട വരെയേ ഉള്ളൂ. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ രൂപ എന്നാന്നറിയോ? അത് കഴിഞ്ഞ് അതിലും താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ രൂപ എന്നാന്നറിയോ? ഇതിനകത്ത് നടക്കുന്ന ഫങ്ഷൻ എന്താ? ഇതിനകത്ത് നടക്കുന്ന പ്രവർത്തനം എന്താ? നമ്മുടെ ഉള്ളിലെ ആന്തര അവയവങ്ങളുടെ പ്രവർത്തനം എന്ന് നമുക്കറിയുമോ? എന്നതിന് നമ്മളത് MBBS പഠിക്കുന്നില്ല. MBBS ഒന്നും പഠിക്കണ്ട. നമ്മളിത് ചിന്തിക്കുന്നുണ്ടോ? ഈ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ശ്വാസം ഇങ്ങനെ എടുത്ത് അതിങ്ങനെ താഴോട്ടിറങ്ങി തിരിച്ചിറങ്ങി കറങ്ങി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കണ്ണടയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെവിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓടിപ്പോയി ധൃതി വെച്ച് ഒരു കുളിയും കഴിച്ചു പാട്ട് തൊട്ട് ഒരു കിറിയൽ ഇച്ചിരി ചാന്തൊക്കെ വെച്ച് നമ്മൾ ഇറങ്ങി അങ്ങ് പോവുക. സത്യത്തില് നമ്മളെ കുറിച്ച് നമ്മൾ ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളെ കുറിച്ച് നമുക്ക് അറിയാനും പറ്റും. നമുക്ക് നമ്മുടെ സാരിയുടെ, നമ്മളെ മറ്റുള്ള ബാഹ്യമായിട്ടുള്ള ആടയാഭരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നു, അറിയുന്നുണ്ട്. നമ്മൾ ഇന്ന് വരെ അറിഞ്ഞിട്ടുണ്ടോ?
നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? എല്ലാരും ലോട്ടറി എടുക്കുന്നുണ്ട്. ലോട്ടറി എത്ര പേർക്ക് അടിക്കുന്നുണ്ട്, എന്നാലും പിന്നെ എടുക്കുന്നുണ്ട്. നമുക്ക് സത്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല മനുഷ്യന്റെ ജീവന്. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല, രാവിലെ കാണുന്നവരെ വൈകിട്ട് കാണുന്നില്ല, ഇല്ലേ? എന്നാലും നമ്മൾ അലാറം വെക്കുന്നുണ്ട്. എന്തിനാ? ഒരു പ്രത്യാശ. ഈ പ്രത്യാശയുടെ ബേസ് എന്താ? ഗുരു നമുക്ക് പറഞ്ഞു തരും. കാരണം ഗുരുവിനോട് അത് ചോദിക്കണം. ഗുരുവിനോട് നമുക്ക് അത് ചോദിക്കാൻ സമയമില്ലല്ലോ. എന്റെ വീടിന്റെ ഒരു നിലയുടെ മുകളിലും കൂടി ഒന്ന് പണിയണം ഗുരുദേവ, അതൊന്നും കാണണം കേട്ടോ. നമുക്കത് മതി. ഈ നിലയും മുകളും ഒക്കെ നീ ഇട്ടേച്ച് പോകും. ഇട്ടേച്ച് എങ്ങോട്ടാ പോകുന്നത്? ഈ നമ്മുടെ ഉള്ളിലെ ഈ ജീവൻ പോയി കഴിഞ്ഞാൽ ഈ ജീവൻ എങ്ങോട്ട് പോകുന്നു ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പരാവിദ്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വേണ്ട. ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടോ? ഇന്നും കുടിച്ചില്ല, വലിച്ചു വാരി തിന്നച്ച് പോകുന്നില്ലേ? പക്ഷെ ഒരു ചായ കുടിക്കുമ്പോൾ അതൊന്ന് ആസ്വദിച്ച് കുടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ ജീവിക്കുന്നുണ്ടെന്നാ പറയുന്നത്. എന്നും സെന്റിമെന്റ്സാ. പിള്ളേരുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം, ഭാര്യയുടെ കാര്യം, എന്നും ഓരോ പ്രശ്നങ്ങളാ. ഈ പ്രശ്നങ്ങൾക്ക് വല്ല ഇതുണ്ടോ? പ്രശ്നത്തിന് വല്ല പരിഹാരമുണ്ടോ? ഇന്നലെ വൈകിട്ട് ഉറങ്ങിയതിന് ശേഷം നിങ്ങളെ കുറിച്ച് വല്ലതും അറിഞ്ഞു? ഇന്നലെ വൈകിട്ട് ഉറങ്ങിയതിന് ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെയായിരുന്നു? ഭർത്താവ് എവിടെയായിരുന്നു? ഭാര്യ എവിടെയായിരുന്നു? മക്കൾ എവിടെയായിരുന്നു? എന്തെങ്കിലും അറിഞ്ഞു? ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നാം ശരീരമല്ല അറിവാകുന്നു. ഈ അറിവായ നാം ഇതൊക്കെ ഇല്ലാതെ പോയാലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇല്ലാതെ പോയെന്ന് പറഞ്ഞാൽ ഈ ശരീരം ഇല്ലാതെ പോയാലും നാം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല വായിക്കുമ്പോൾ. പക്ഷെ ഉറങ്ങിയതിനു ശേഷമുള്ള കാര്യം നമ്മൾ ചിന്തിച്ചില്ല. ഉറങ്ങിയതിനു ശേഷവും നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം, അല്ലേ? ശരിയല്ലേ? അപ്പം നിത്യ ജീവിതത്തിലേക്ക് ഗുരുദേവന്റെ ദർശനത്തിനെ സ്വീകരിക്കുന്ന ഒരു സ്വീകർത്താവിന് എന്താണ് ഉണ്ടാകുന്നത്? അവന് കിട്ടുന്നത് എന്താണെന്നറിയോ? നിത്യമായിട്ടുള്ള ഒരു സമാധാനം കിട്ടും, ഒരു സന്തോഷം കിട്ടും. അവന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് അവരുടെ പുറകെ വേലി കെട്ടി നടക്കുന്നില്ല, ഭാര്യയുടെ പുറകെ വേലി കെട്ടി നടക്കുന്നില്ല, ഭർത്താവിന്റെ പുറകെ വേലി കെട്ടി നടക്കുന്നില്ല. അവൻ ഏൽപ്പിച്ചിരിക്കുക ഗുരുവിനെ. അപ്പൊ അങ്ങനെ മതിയോ എന്ന് ചിന്തിക്കും. നമുക്ക് എത്ര കണ്ട് സൂക്ഷിക്കാൻ പറ്റും? എത്ര കണ്ട് നമുക്ക് നമ്മുടെ ഇതിനെ സൂക്ഷിക്കാൻ പറ്റും? പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസത്തിന് ഗുരുവിനെ ഒന്ന് അർപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എങ്ങനെ പറ്റും? നമ്മുടെ മനസ്സ് മുഴുവൻ വികലമായിട്ട് കിടക്കുക. മനോമയമിതം സർവം ന മനക്വാദി വിദ്യതേ അതോ വ്യോന്നീവ നീലാദി ദൃശ്യതേ ജഗതാത്മനി എന്ന് പറയുന്ന പോലെ മനസ്സാണ് എല്ലാത്തിന്റെയും പ്രധാനം. മനുഷ്യൻ എല്ലാത്തിന്റെയും വലുതാണ്. മനുഷ്യനിൽ വലുതോ അവന്റെ മനസ്സ്. നമ്മൾ കണ്ടുകൊണ്ട് നോക്കുന്ന ഒരു കാഴ്ച അത് നമ്മുടെ മനസ്സുകൊണ്ടാണ് കാണുന്നത്. അത് മനസ്സിലാണ്. ചെവി കൊണ്ട് കേൾക്കുന്ന ഒരു കേൾവി അത് നമ്മുടെ മനസ്സിലൂടെയാണ് കേൾക്കുന്നത്. മൂക്കുകൊണ്ട് മണക്കുന്ന ഒരു മണം നമ്മുടെ മനസ്സിലൂടെയാണ് മണക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു മാസം മുമ്പ് കിട്ടിയൊരു നല്ല സാമ്പ്രാണിയുടെ മണം എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു മാസത്തിന് ശേഷം അതേ മണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരും, അതൊരു സാമ്പ്രാണിയുടെ മണമാണ്. അത് എവിടുന്നാ കിട്ടുന്നത്? അന്നേരം കിട്ടിയ മണത്തിൽ നിന്നാ നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിലാണ് ഇതൊക്കെ ഉള്ളത്. മറ്റുള്ള പ്രഭാഷണം പോലെ ഇത് നമുക്ക് അത്ര ആസ്വദിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ? ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഗുരുവിനെ എങ്ങനെ സ്വീകരിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യജീവിതത്തിലേക്ക് നമ്മുടെ ഒപ്പം ഗുരുവിനെ കൊണ്ടുപോയാൽ കിട്ടുന്ന ഗുണങ്ങൾ ഒരു വല്ലാത്ത ധൈര്യമായിരിക്കും. കാണുന്ന അമ്പലങ്ങളിൽ പള്ളികളിൽ ഒന്നും പോകേണ്ട കാര്യമില്ല. കാരണം അതിന്റെ അപ്പുറത്തോട്ടുള്ള ഒരു ധൈര്യം, ഒരു എന്താ പറയേണ്ട ഒരു ആത്മബലം നമുക്കുണ്ടാവും. അത് ഗുരുവിൽ നിന്ന് കിട്ടും. മഹാഗുരു അത് നമുക്ക് തരും. പക്ഷെ പൂർണ്ണമായിട്ട് ഗുരുവിൽ സമർപ്പിക്കണം. സാജൻ ഇതൊക്കെ വാചകം സാജൻ എല്ലാ അമ്പലത്തിലും പോകുന്നില്ലേ എന്ന് ഇപ്പൊ ആരുടെയോ മനസ്സിൽ വന്നു. ഞാൻ പോകാറുണ്ട്. എന്റെ ഭാര്യ ഇടയ്ക്ക് നിർബന്ധിക്കും, നമുക്ക് ആ അമ്പലത്തിൽ പോവാം, ഈ അമ്പലത്തിൽ പോവാന്ന് പറയുമ്പോൾ അവക്ക് ഒരു കൂട്ടു പോകണ്ടേ? അവക്ക് ഞാൻ കൂട്ടുപോയില്ലെങ്കിൽ അവൾ ആരെങ്കിലും കൂട്ടു വിളിച്ചോണ്ട് പോയാൽ അതിന്റെ പുറകെ പിന്നെ ഞാൻ നടക്കണ്ടേ? അപ്പൊ അതോർത്ത് പോകുന്നു എന്നുള്ളതല്ലാതെ ശരിക്കും ആത്മസാക്ഷാത്കാരത്തിനായിട്ട് എന്റെ പൊന്നെ ഇവിടെങ്ങനെ ഇരിപ്പുണ്ടോ? ഇത് പ്രശ്നമാവും.
അല്ല അതിപ്പോ ഇന്നേ പല സ്ഥലത്തും പ്രഭാഷണത്തിന് ഇങ്ങനെ പോകുമല്ലോ. ഇന്ന് പതിവില്ലാത്തൊരു ചോദ്യം, ആരാന്ന് പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ഇത് അന്നേരം തൊട്ട് എനിക്കൊക്കെ ടെൻഷനായിരുന്നു. ഞാൻ പറഞ്ഞു എടി എനിക്ക് ഭയങ്കര ടെൻഷനാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തിനാ? അപ്പൊ ടെൻഷന്റെ കാര്യം പറഞ്ഞു, ഒരു ടെൻഷൻ ഉണ്ടാക്കണ്ട വല്ല കാര്യമുണ്ടോ? ടെൻഷന്റെ കാര്യം പറഞ്ഞു മുഴുവൻ ടെൻഷനാക്കുക. നമ്മുടെ വീട്ടില് പിന്നെ പറഞ്ഞ് ടെൻഷൻ എന്ന് വെച്ചാൽ എനിക്ക് 2 ദിവസം മുമ്പ് പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു. സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ ചുമ വന്നു കഴിഞ്ഞാലുള്ള ടെൻഷനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇതുവരെ അതിന് കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ ചുമ വന്നോന്നൊരു സംശയമുണ്ട്. അപ്പൊ ഒരു ചെറിയ ടെൻഷനേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ എല്ലാവരുടെയും ചെറിയ ഉറക്കമൊക്കെ മാറിയുന്നുണ്ട് അല്ലേ? നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ശകല ഉറക്കമൊക്കെ വരും. കാരണം നമ്മുടെ കുഴപ്പമല്ല ഇത്. ഒരു 3/4 മണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നേരം ഒരു സ്ഥലത്ത് തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ മനസ്സിനെ കുറിച്ചല്ല പറഞ്ഞു വന്നത്. ഗുരുദേവൻ നമ്മുടെ മനസ്സിനെ ബലം തരുന്ന തരത്തിലാണ് പല കാര്യങ്ങളും ശാസ്ത്രീയത വിട്ടിട്ട് ആത്മീയ തലത്തിൽ ആത്മീയമായിട്ടുള്ള ഉപദേശങ്ങളിലൂടെ നമ്മളെ ഉത്തിഷ്ടോത്തിഷ്ട ശീക്രം ഇങ്ങനെ പതുക്കെ 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 ഉയർത്തിക്കൊണ്ടുവരുമായിരുന്നു. ഗുരുവിന്റെ ഓരോ കൃതിയും നമുക്കുള്ള ഓരോ പരിശീലനങ്ങളാണ്. ദൈവദശകം പ്രാർത്ഥന ശരിക്കും ഉപനിഷത്താണ്. അതിന്ന് വരെ മനസ്സറിഞ്ഞ് നമ്മളൊന്ന് ചൊല്ലിയിട്ടുണ്ടോ? സത്യമായിട്ടും ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ അങ്ങനെ ചൊല്ലാൻ തുടങ്ങിയത്. കാരണം അന്നേരം മനസ്സിലായി ഇതെന്തോ പറയുന്നത്. അഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ പറഞ്ഞു. ആഴണം വാഴണം എപ്പോഴാ? ഒരാഴ്ചയിൽ ഒരിക്കലാണ്. നിത്യവും. അങ്ങനെ നിത്യവും ആഴ്ന്ന് വാഴുന്ന ഒരുവന് വാക്കുകൾക്ക് പഞ്ഞമുണ്ടാകത്തില്ല, ഐശ്വര്യത്തിന് പഞ്ഞമുണ്ടാകത്തില്ല, പോസിറ്റീവ് എനർജിക്ക് ഭംഗം ഉണ്ടാകത്തില്ല. അവൻ എവിടെ ചെന്നാലും പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? ആ ഗുരു നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലെ ഗുരു വേണ്ട സമയത്ത് വേണ്ടത് തരും. പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കാരണം ആ സമയത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ടതുപോലെ തരാൻ ഗുരു പൂർണ്ണനാണ്. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇവിടെയോ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും എന്റെ കോയിലും ഒരുപാട് അറിവുണ്ട്. ഒരു സാധാരണ പ്രഭാഷണം കേൾക്കുന്ന രീതിയിൽ ഇതിനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുത്തൂല്ല. എന്താണെന്നറിയോ? ഇത് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം സത്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? നമുക്ക് ഇഷ്ടമാണോ? സത്യത്തിൽ നമുക്ക് ഇഷ്ടമില്ലേ? അല്ലേ? ഭയങ്കര ഇഷ്ടമല്ലേ? നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടണം. നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഇഷ്ടപ്പെടണം. ജീവിതത്തിന്റെ പല മേഖലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം പോലെയല്ല നാളെ. ഇന്ന് കുറച്ചു നേരം നല്ല സന്തോഷമാണെങ്കിൽ തൊട്ടടുത്ത നിമിഷത്തിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷനായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ വേറൊരു വിഷമായിരിക്കും, പിന്നെ സങ്കടമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുക നമ്മുടെ മനസ്സ്, അല്ലേ? അതാ ഗുരു പറയുന്നത്, രക്ഷവൽക്കുതികൊള്ളുമൻ മനമി കണക്കു വരാതിനി രക്ഷ ചെയ്വതിനൊച്ചയുള്ള ചിലമ്പിനും നരിയാടിയും. മുരുകന്റെ പിന്നെ എന്താ അതിന്റെ പേര്? ആ കൃതിയുടെ പേരെന്താ? ഷൺമുഖ സ്തോത്രം. അപ്പൊ ഓർമ്മയുണ്ടല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ നോക്കെ, ഇതിനകത്ത് ഷൺമുഖ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് മുരുകനെ കുറിച്ച് പറയുന്നതിന് പകരം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? വൃക്ഷവൽക്കുതി കൊള്ളുമൻ, ഒരു കുരങ്ങ് ഒരു കമ്പനി ചാടി മുകളിൽ കയറും, മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങും, അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് മാറും, ഈ മരത്തെ അങ്ങേ മരത്തോട്ട് കയറും. അങ്ങനെ ചാടിക്കളിക്കുന്ന ഒരു കുരങ്ങന്റെ പോലെ നിങ്ങളുടെ മനസ്സ് അതുപോലെ. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോ അങ്ങോട്ട് മാറി, അവിടെ ഇരിക്കുമ്പോ ഇങ്ങോട്ട് മാറി, ഇവിടെ ഇരിക്കുമ്പോ അപ്പുറത്തോട്ട് മാറി, അങ്ങനെ മാറി മറിഞ്ഞ് ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്ന ഒരു കുരങ്ങിനെ പോലെ ആകാതെ എൻ മനം എവിടെയെങ്കിലും ഒരു ഈശ്വരനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്റെ മനസ്സിനെ ഒന്ന് അടക്കി നിർത്തണം. രക്ഷ ചെയ്യുന്നതിനൊച്ചയുള്ള ആ നരിയാണിയും അല്ലെങ്കിൽ ആ നരിയാണിയും ആ മുരുകന്റെ എന്റെ മുരുക, എന്റെ ഇങ്ങനെ ചാടിക്കളിക്കുന്ന കുരങ്ങ് പോലെ ചാഞ്ചാടി കളിക്കുന്ന എന്റെ മനസ്സിനെ അങ്ങയുടെ പാദങ്ങളിൽ എന്നെ ഒന്ന് ചേർത്ത് നിർത്തണം എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ?
മണ്ണന്തല ദേവീസ്ഥാനത്തിൽ പറയുന്നുണ്ട്, പമ്പരത്തൊടു പകച്ചിടും ഭ്രമണ വേഗമുള്ള മതിയോട് വന്നു. പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മതി, ബുദ്ധി. ആ മതി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എനിക്കൊന്നും പറ്റുന്നില്ല, പറ്റുമല്ലോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കറങ്ങി ചാഞ്ചാടി ഓടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ പിടിച്ച് ചേർത്ത് നിർത്തി ഒരിടത്ത് നിർത്തണം. ആ ഒരിടത്ത് നിർത്താൻ ബോധാനന്ദ സ്വാമി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ. ആ ധ്യാനത്തിലാക്കാൻ പഠിക്കണം. നീ ഓടി നടക്കുന്ന, ചാഞ്ചാടി നടക്കുന്ന നിന്റെ മനസ്സിനെ നീ ഏകീകരിച്ച് കൊണ്ടുവന്നിട്ട് എന്താണ് പറയേണ്ടത്? നമുക്ക് മഹാഗുരുവുണ്ട്. ആ മഹാഗുരുവിന്റെ കാൽപാദങ്ങളില് മനസ്സിനെ പൂർണ്ണമായിട്ടൊന്ന് അർപ്പിച്ചിട്ട്, ആ മനസ്സിനെ, ചാഞ്ചാടി നടക്കുന്ന മനസ്സിനെ, എന്റെ പൊന്നു ഭഗവാനെ, എന്റെ മനസ്സ് ഓടി നടക്കുകയാണ്, ഞാൻ നോയമ്പെടുക്കുമ്പോ തൊട്ട് എന്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ഓടി നിൽക്കൊണ്ടിരിക്കുകയാണ്, എന്റെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചു തരണം എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. പ്രാർത്ഥിച്ചിട്ട് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ, ചെവി ഒന്നടച്ചേ, മൂക്കൊന്നടച്ചേ. എന്ന് വെച്ചാൽ പുറമേയുള്ള കാഴ്ചകള്, പുറമേയുള്ള കേൾവികള്, പുറമേയുള്ള മണങ്ങള്, ഇങ്ങനെയുള്ളതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഭഗവാനിലൊന്ന് കുറച്ചു സമയം ഒന്ന് കണ്ണടച്ചിരിക്കാൻ പഠിച്ചേ, ഒന്ന് ധ്യാനിക്കാൻ പഠിച്ചേ. രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചു നേരം ഒന്നിരുന്നേ. മക്കൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നത് മതി, ഭർത്താവിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നത് മതി, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നത് മതി. ഒന്ന് കുറച്ച് സമയം ഒന്ന് സ്വസ്ഥമായിട്ടൊന്നിരിക്കണം. ആ ഇരുന്നിട്ട് മറ്റുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റണം. മറ്റുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കും തോറും ചിന്തകൾ കൂടി 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 നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോഴാണ് മന്ത്രം, അതിനാണ് മന്ത്രം. അനാത് ഇത് ത്രായതേരി മന്ത്ര എന്ന് പറയും. മനസ്സിനെ ത്രാണനം ചെയ്യണം. മനസ്സെന്ന് പറയുന്നത് എന്താ? ഈ ചിന്തകളാ. ഈ ആവശ്യമില്ലാത്ത ചിന്തകളെ ഒന്ന് മാറ്റാൻ മന്ത്രത്തിന് കഴിയും. അതാണ് നമ്മളെ ഏറ്റവും വലിയ മന്ത്രമുണ്ട്. എന്താണെന്നറിയോ? സിമ്പിളായിട്ടുള്ള മന്ത്ര. അതിന് എമ്മേ വരെ ഒന്നും പഠിക്കണ്ട. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നു കൊണ്ട്, വീട്ടിന്റെ ഏതെങ്കിലും ഒരു വശത്ത് ശകല നേരെ ഇരുന്നു കൊണ്ട് നമ്മുടെ മറ്റുള്ള ചിന്തകളെയൊക്കെ വിട്ട്, കടമുണ്ടായിക്കോട്ടെ, പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിക്കോട്ടെ, ഇതിനെയൊക്കെ ശകലം നേരം ഒന്ന് മറന്നുകൊണ്ട് കുറച്ചു നേരം ഒന്നിരുന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്നിരുന്ന് ധ്യാനിക്കാൻ ആദ്യം ഒന്ന് പഠിക്കണം. കണ്ണടച്ച് ഇരുന്ന് മറ്റുള്ള ചെവി കേൾവി ശബ്ദങ്ങളൊക്കെ മാറ്റി നമ്മൾ ഗുരുവിനെ മാത്രം, നമ്മുടെ ഭഗവാനെ മാത്രം ഒന്ന് ധ്യാനിക്കാനെന്ന് പഠിച്ചു. ഞാനിത് പുസ്തകത്തിൽ നിന്ന് പറയുന്നതല്ല, ഞാനിത് എൻ്റെ സ്വന്തം കാര്യത്തിൽ നിന്ന്, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നത്. പുസ്തകത്തിൽ നിന്ന് പറയാൻ ഒന്നും കാണത്തില്ല. കാരണം ഒരുപാട് പേര് അവരുടെ ഓരോ ആശയങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അനുഭവങ്ങൾ വേണം നമ്മൾ പങ്കുവെക്കാൻ. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഈ ഭഗവാന് കുറച്ച് സമയം രാവിലെയോ വൈകിട്ടോ ഉച്ചക്കോ ഒന്ന് കണ്ണടച്ച ഉടനെ ഓടി വരും. ഇപ്പോ നേരത്തെയൊക്കെ പാടാ, ഒന്ന് കണ്ണടച്ച ഉടനെ ഭഗവാൻ ഓടി മനസ്സിലോട്ട് കയറി. അങ്ങനെ കുറച്ചു നേരം ഞാനും ഭഗവാനും കൂടെ എങ്ങനെ ഇരിക്കും. നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്ക് നിങ്ങളോട് ഞാനിപ്പോൾ സംസാരിക്കുന്ന പോലെ, എന്നോട് നിങ്ങൾ സംസാരിക്കുന്ന പോലെ നമുക്ക് ആത്മാവും തമ്മിൽ സംസാരിക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ഈ എന്താ പറയേണ്ടത്, അശുദ്ധരായിരിക്കുന്ന നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. പക്ഷെ അതിന് വേണ്ടത് മനസ്സ് മാത്രമാണ്. അയ്യോ ഇന്ന് ഞാൻ നോയമ്പെടുത്തില്ലല്ലോ ഭഗവാനെ, എനിക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഞാൻ എന്റെ കാര്യം പറയുന്നത് കേട്ടോ, ഞാൻ എന്റെ കാര്യം പറയുന്നത്. നിങ്ങൾ ഒരിടത്തൊന്ന് സ്വസ്ഥമായിട്ടിരിക്കണം. എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് പരിശീലിച്ച്, അങ്ങനെ പരിശീലിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഈ ഗുരുദേവ കൃതിയിൽ പറയുന്ന കാര്യങ്ങൾ, ഗുരുദേവ കൃതിയിൽ ഗുരുദേവൻ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് വെളിവാകും, മനസ്സിലാകാൻ തുടങ്ങും. അത് മനസ്സിലാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ചിന്തകൾ മാറും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും, ആഗ്രഹങ്ങൾ മാറും. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഒരു അമ്പലത്തിലും ചെന്നാൽ കിട്ടത്തില്ല, ഒരു പള്ളിയിലും ചെന്നാൽ കിട്ടത്തില്ല, എത്ര ശയന പ്രതിഷ്ഠ നടത്തിയാലും കിട്ടത്തില്ല, എത്ര നോയമ്പെടുത്താലും കിട്ടത്തില്ല. ഈ ധ്യാനവും ജപവും
ആ ധ്യാനത്തിലും ജപത്തിലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ഏകാഗ്രപ്പെടുത്താൻ പറ്റും. ആ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ദൈവമേ സച്ചിദാനന്ദ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അത് സത്യമാണ്. നമ്മൾ അനന്തമായിട്ടുള്ള ശക്തിയുള്ള വലിയൊരു ട്രാൻസ്ഫോർമറാണ്. നമ്മളത് അറിയുന്നില്ല. അതറിയാത്തത് ഗുരു പറയുന്നുണ്ട്. ഈ മേലാകെ മൂടും അതിന് ആര് ഉള്ളത് അറിയുന്നില്ലെന്ന് പറയുന്നത്. ഉള്ളത് അറിയുന്നില്ല. എന്താണെന്നറിയോ? എന്താ അറിയാത്തത്? കാലാത്തിയായ മൃദു നൂലാലെ നീയൊരു ലീലാപടം ഭവതി മേലാകെ. ഇങ്ങനെയാണോ? ശരിയാണോ ഞാൻ ചെല്ലുന്നത്? ആണോ? നിങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ എല്ലാവരും കൃതി പഠനത്തിന്റെ പഠിതാക്കളും ഒക്കെ ആയിട്ട് 1-2 വർഷവും ഉപരിപഠനക്കാരും ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ ഞാൻ ഇതൊന്നും ഒരു സ്ഥലത്ത് പോയി പഠിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ആചാര്യനും ഗുരു ദൈവവും കൂട്ടുകാരനും ഒക്കെ ഗുരുദേവനാണ്. എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ഗുരുവിനോട് പറയുന്നത്. ഈ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗുരുവാണ്. എൻ്റെ ആവശ്യങ്ങൾ, എനിക്ക് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ, ആത്മീകമായിട്ടുള്ള ആവശ്യങ്ങൾ തരാൻ ആ സമയത്ത് എൻ്റെ ഗുരു എൻ്റെ ദൈവമാണ്. എനിക്ക് ഒത്തിരി സന്തോഷം വരുമ്പോഴും എനിക്ക് ഒത്തിരി സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങൾ വരുമ്പോൾ എൻ്റെ മനസ്സ് ഞാൻ പങ്കുവെക്കുന്നത് എൻ്റെ കൂട്ടുകാരനായ ഗുരുവിനോടാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ ഒരു സല്ലാപം, ഈ സല്ലാപം ഒന്നു മതി എല്ലാവരും തിരയും ഉല്ലാഖബോധ ജനനി എന്ന് പറയുന്ന പോലെ ഈ ഗുരു നമുക്ക് കൂട്ടുകാരനെ പോലെ നമുക്കൊരു തോളിൽ കൈയിട്ട്. പലപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ടുള്ള കട്ടിയുള്ള ജോലികളൊക്കെ ചെയ്തു തരുന്ന ഗുരുദേവനാണ്. ഞാൻ വണ്ടിയുടെ അടിയിൽ കിടന്ന് എൻ്റെ ഗുരുദേവ എനിക്ക് പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ ഞാനത് ഓട്ടോമാറ്റിക്കായി എൻ്റെ കയ്യിലൂടെ വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്തു തരുമോ. ഞാൻ തന്നെ അതിശയം, ഇത്ര പെട്ടെന്ന് തന്നു, ഓക്കെ താങ്ക് യു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഈ ഒരു സല്ലാപം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു സല്ലാപം ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ സകല സങ്കടങ്ങളും സകല പ്രയാസങ്ങളും നമുക്ക് പറയരുത്. നല്ലൊരു കൂട്ടുകാരനോട് ഇല്ലേ രഹസ്യങ്ങൾ പറയാം. ആരോടും പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ. എനിക്കങ്ങനെ രഹസ്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഭാര്യയോട് പറയാത്ത ഒരു രഹസ്യം എനിക്കില്ല. അത് നേരാണ്. ഇപ്പം അവളെ എത്തിക്കൊണ്ട് പറയില്ല, അത് നേരായിട്ടുള്ള കാര്യമാണ്. എന്നാലും ഗുരുദേവനോട് നമുക്ക് അങ്ങനെ അടുക്കാം എന്നാ ഞാൻ പറഞ്ഞിരിക്കും. അപ്പൊ എങ്ങനെയൊക്കെ അടുക്കാൻ പറ്റും? നമുക്ക് കൂട്ടുകാരനാക്കാം, ഗുരുവാക്കാം, ദൈവമാക്കാം. പിന്നെന്താ വേണ്ടത്? പിന്നെ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ആ ഒരു അടുപ്പത്തിൽ ഈ ഗുരുദേവ കൃതിയിലൂടെ നമുക്ക് നീങ്ങാൻ പറ്റണം. ഗുരുദേവൻ പറയുന്നുണ്ട് ഭാര്യധർമ്മത്തിൽ, ദൈവത്തെ തൊഴാതെ ആത്മനാഥനെ തൊഴുവെന്നുമേ എഴുന്നേൽപ്പവൾ പെയ്യെന്നു പറഞ്ഞിടിൽ മഴ പെയ്യുമെന്ന പറയുന്നത്. എന്താ പറഞ്ഞത്? ദൈവത്തെ തൊഴാതെ ആത്മനാഥനെ തൊഴു എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അത്രയ്ക്ക് പ്രണയം ഉണ്ടായിരിക്കണം. ആ പ്രണയമുള്ള വീട്ടിലുണ്ടല്ലോ ഗുരു ഇങ്ങനെ സന്തോഷിച്ച് അവിടെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്നാ പറയുന്നത്. ആ പ്രണയമാണ് പ്രാർത്ഥന. ആ പ്രണയത്തോടു കൂടിയുള്ള ജീവിതം അതൊന്ന് ആസ്വദിക്കാൻ പറ്റണം. നമുക്കുണ്ടോ പ്രണയം? എവിടെ? ഇപ്പൊ നമ്മൾ ചിന്തിക്കുക, അടുത്തൊരു ജന്മമുണ്ട്. എന്ത് ചെന്ന് ചോദിക്കണം, ചേട്ടാ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ചേട്ടനെ ഭാര്യയായിട്ട് ഞാൻ തന്നെ മതിയെന്ന് അന്നാരെ ഈ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് പറയുന്ന ഭർത്താവ് ആണെങ്കിൽ ആ ഭാര്യ ഭാഗ്യവതിയാണ്. ഇനി തിരിച്ച് ഭർത്താവിനോട് ചോദിക്കുക, അല്ല ഭാര്യയോട് ചോദിക്കുക. അങ്ങനെ ഇല്ലേ അടുത്ത ജന്മത്തിലും? അല്ലെ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാകണം. പ്രണയമുള്ള ജീവിതമായിരിക്കണം. ഈ പ്രണയമുള്ള ജീവിതം ഈ ഭക്തിയിലൂടെയാണ്. അതും ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെല്ലോ പറഞ്ഞു തന്നിരിക്കുന്നറിയോ? ദൈവചിന്തനം വായിച്ചിട്ടുണ്ടോ? ദൈവചിന്തനം 1 പറയുന്നുണ്ട്. പ്രണയിച്ചോന്നല്ല പറയുന്നത്, മതിയായ രീതിയിൽ മിതമായ രീതിയിൽ ഭൗതിക ഭോഗങ്ങൾ ആസ്വദിക്കണം എന്നാ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭക്തിയുടെ ഇടയിലും നമുക്ക് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പഠിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആകസ്മികമായിട്ടുണ്ടാകുന്ന ചില സംഭവങ്ങൾ ഗുരുദേവ ഭക്തരെന്നല്ല, ഇത് ഈശ്വര ഭക്തി
ഈശ്വരനെ സാക്ഷാത്കരിച്ച് ഭക്തിയായിട്ട് ജീവിക്കുന്ന പലർക്കും തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പറയുന്നു. ഈ കഴിഞ്ഞ ദിവസം നല്ലൊരു പ്രഭാഷകയായിരുന്ന പ്രീതിലാല് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിനു മുമ്പ് സുമോദ് അല്ലെ പെട്ടെന്ന് മരിച്ചുപോയി. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഓരോ ആകസ്മികമായിട്ടുള്ള സംഭവങ്ങൾ ഈ പ്രാർത്ഥിച്ച് ഭക്തിയിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോ ഈ അല്പവിശ്വാസികളായിരിക്കുന്ന എന്ന് വെച്ചാൽ ജ്ഞാനത്തിലധികമാകാത്തവർക്ക് ഇവർക്ക് ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട് ഇങ്ങനെ പറ്റുന്നത്. എന്നോട് ഇത്ര പേര് ചോദിച്ചെന്നറിയോ? ഒരു 3-4 പേര് ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് സാജ ഇങ്ങനെ സംഭവിക്കുന്നത്? ഏതാണ്ട് ഭയങ്കര പ്രശ്നം പോലെ. ഞാൻ പറഞ്ഞു, സമയമുണ്ടോ? ഒരു 1/2 മണിക്കൂർ നേരം സമയമുണ്ടോ? അയ്യോ ഇപ്പൊ സമയമില്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ പിന്നെ എങ്ങനെ നോക്കുന്നത്? ഗുരു ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരുവിന്റെ കയ്യിലൂടെയല്ലേ ഊർന്നു പോയത് കുമാരനാശാൻ അല്ലേ? എന്റെ കുമാരു എന്നല്ലേ പറയുന്നത്? എന്റെ കുമാരു എന്നല്ലേ ഗുരു പറയുന്നത്? ഗുരുവിന് കുമാരുവിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? കുമാരു ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഊർന്നു പോയിട്ട് റെഡിമർ ബോട്ടിൽ കയറിയിട്ട് പോയത് ഓർക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഗുരു തടയാഞ്ഞത്? അല്ല കുമാരി പോകരുത് കേട്ടോ, ഇന്ന് വേണ്ട, ഒരു 10 വർഷമോടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് എന്താ പറയുന്നത്? ഇനി ഗുരുദേവന് ഭയങ്കരമായിട്ടുള്ള മൂത്രതടസ്സവും എറിഞ്ഞാടി അസുഖമൊക്കെ ഉണ്ട്. രോഗത്തിന്റെ വല്ലാത്ത ഭയങ്കരമായിട്ടുള്ള വേദന ഗുരു അനുഭവിച്ചിരുന്നു. എന്നാ ശരി, ഓം ക്രീം ഈ വേദന പോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു. നാം ശരീരമല്ല അറിവാകുന്നു. ഈ ശരീരം നീർക്കുമള പോലെ നിലയറ്റതാകുന്നു. എല്ലാം സ്വപ്ന തുല്യമെന്നല്ലാതെ ഒന്നും പറയാനില്ല. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ? സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ? സ്വപ്നം കണ്ടിട്ടില്ലേ നമ്മൾ? ആ സ്വപ്നമല്ല, ആ സ്വപ്നം, നല്ല സ്വപ്നങ്ങൾ. ഈ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിന്റെ ആയുസ് എന്തുണ്ട്? കണ്ണ് തുറക്കുന്നവരേ ഉള്ളൂ. കണ്ണടച്ച് സ്വപ്നം കണ്ടിട്ട് കണ്ണിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ തുറന്നു വെച്ചു, ബാക്കി കൂടി ഒന്നും കാണാൻ പറ്റിയില്ലോ നമുക്ക് തോന്നിയിട്ടില്ലേ? ആ സ്വപ്നം കുറച്ചുകൂടെ ഒന്ന് സ്വപ്നം കാണിരുന്നു അല്ലേ? ആ സ്വപ്ന ജീവിതം, നമ്മളുടെ ഇപ്പോഴുള്ള ജീവിതം ആ സ്വപ്ന. ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ദൈവദശകത്തിൽ പറഞ്ഞു തരുന്നുണ്ട്, ഭൂതവും ഭാവിയും വേറല്ല. ഭൂതവും ഭാവിയും വേറെയല്ല. ഇപ്പൊ ഇരിക്കുന്ന ഈ വർത്തമാനകാലം, ഇപ്പൊ ഇരിക്കുന്ന ഈ പ്രസന്റ് ടൈം, ഇത് മാത്രമേ ഉള്ളൂ, നേരായിട്ടുള്ളൂ. ഇതിനെ നാളെ പറയുന്ന പേരാ. ഇന്നലെ പ്രഭാഷണം ഉണ്ടായിരുന്നു സാജന്റെ, മനസ്സിലായോ? ഇന്നലത്തെ പ്രഭാഷണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം ഇല്ല, നാളത്തെ പ്രഭാഷണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനവും ഇല്ല. ഇന്നലെ നമ്മൾ പറയുകയാണ്, നാളെ ഉണ്ട് കേട്ടോ സാജന്റെ പ്രഭാഷണം. സത്യത്തിൽ ഇന്നത്തെ ഇതിന് പറയുന്ന പേരാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പൊ ജീവിക്കുന്ന ഈ ജീവിതം, പ്രസന്റ് ടൈം മാത്രമേ ഉള്ളൂ. അത് ആസ്വദിക്കുക, അത് സന്തോഷത്തോടെ ആസ്വദിക്കുക. അതിൽ വരുന്ന കുറവുകളെ അന്വേഷിക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് മനപ്രയാസം വരുന്നത്, എനിക്ക് ഈ ദുഃഖം വരുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സങ്കടങ്ങൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, ദുരിതം വരുമ്പോൾ, കുറച്ചു നേരം മുമ്പേ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് മാറിയിരുന്ന് ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഭഗവാനോട് ചോദിക്കണം, എന്തിനാ എനിക്കിപ്പോ ഈ ദുഃഖം വന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുഃഖം വന്നത്? സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഭഗവാൻ ചോദിക്കുന്നില്ലേ? അതാണ് ഭക്തി. ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി ഉള്ള അല്ലെങ്കിൽ ഭക്തൻ തീർച്ചയായിട്ടും ആ ദൈവത്തിനോട് അല്ലെങ്കിൽ ആ മൂർത്തിയോട് ചോദിക്കാൻ അവകാശമുണ്ട്. നീ എന്തുകൊണ്ടാ എന്നെ നിന്നോട് അവനം ചെയ്യാത്തത്? കണ്ണുണ്ടീരാറുകാതും കരവും അത് കണക്കുണ്ട്. നിനക്ക് നിന്നെപ്പോലെ അനുഗ്രഹിക്കാൻ വേറെ ഒരു ദൈവമില്ല. അത്രയ്ക്ക് കഴിവുണ്ട് നിനക്ക്. കണ്ണും കൊണ്ടും ഈരാറ് കാതും കരവും എല്ലാം നിനക്കുണ്ട്. പിന്നെ നീ എന്നെ അനുഗ്രഹിക്കാത്തത്, എന്നെ നിന്നോട് അടുത്തോട്ട് ചേർക്കാത്തത് എന്താ എന്ന് ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഭക്തനായിരിക്കണം. ആ ഭക്തന് അത്രയ്ക്ക് ആത്മാർത്ഥതയുണ്ട്, അത്രയ്ക്ക് ഉറപ്പുണ്ട്. അപ്പൊ ആ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ആ ദൈവം തരും, അല്ലെങ്കിൽ അതിന്റെ ഉത്തരം തരും. എന്നെ അനുഗ്രഹിക്കാത്തത് കുഞ്ഞെ ഇന്നതുകൊണ്ടാണ്, നിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇത് നമുക്ക് ബോധാനന്ദ സ്വാമി പറഞ്ഞത്, എന്നുള്ളമാണുലകിലി സുഖ ദുഃഖമൂലം എന്നുള്ള നല്ലുപനിഷത്തിലെഴുന്ന തത്വം. അതാണ് ഏറ്റവും വലിയ ഉപനിഷത്ത്. എന്നുള്ളമാണ്,
എൻ്റെ ഉള്ളമാണ്. നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ സന്തോഷം ഉണ്ടാകും. നിങ്ങളുടെ സന്തോഷത്തിനെ, സമാധാനത്തിനെ കെടുത്താൻ വേറൊരു ശക്തിയെ, വേറൊരാളെ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടാണ് അയാള് പറയുന്ന ചീത്തയും തെറിയൊക്കെ നിങ്ങൾ ഉള്ളിൽ സ്വീകരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾ സ്വീകരിക്കുന്നില്ല, പിന്നെന്നാ പ്രശ്നം? അങ്ങനെയാണ് നമ്മളൊക്കെ എപ്പോഴും എന്തുമാത്രം ചീത്തയും തെറിയും ബഹളങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യും, നമ്മൾ വീണ്ടും പോസിറ്റീവ് ആകുക, വീണ്ടും സന്തോഷിക്കുക. സന്തോഷിക്കാൻ നമ്മൾ വിചാരിക്കണം നമ്മുടെ ഉള്ളിൽ നിറച്ച് തന്നിട്ടുണ്ട്. പണ്ടൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൽ താറാവിനെ ഇറക്കുന്ന കണ്ടിട്ടുണ്ടോ? 10, 500, 600 താറാവിനെയൊക്കെ കൊണ്ടിങ്ങനെ ഇറക്കും താറാവുകാരൻ. ഈ താറാവിനെ ഇറക്കിയിട്ട് അവന് ഈ 2-3 ഷൂളേടിയൊക്കെ ഉണ്ട്, എനിക്കത് അറിയത്തില്ല, അവരുടെ ഭാഷയല്ലേ. ആ താറാവിനോട് പറയുന്ന ഭാഗമായിരിക്കും ഇങ്ങനെ ഇറക്കി അങ്ങ് വിടുക. ചില താറാവ് കണ്ടിട്ടുണ്ട് ഓടി അങ്ങോട്ട് ചെന്നിട്ട് നല്ല തീറ്റയുള്ളിടത്ത്, ബുദ്ധിയുള്ളവൻ നല്ല തീറ്റയുള്ളിടത്ത് പോയി അവന്റെ ആവശ്യത്തിന് ആഹരിക്കും. ഈ താറാവുകാരൻ ആരുടെയും ഒരു താറാവിന്റെ ജപിച്ചെന്ന് പറയുന്നില്ലേ, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, നീ അങ്ങോട്ട് പോകും. നമ്മളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടിരിക്കുക താറാവായിട്ട്. താറാവുകാരൻ മുകളിലുണ്ട്. തീറ്റയുള്ളിടത്ത് നിന്റെ ബുദ്ധി ഉപയോഗിച്ച് പൊക്കോണം, അവിടെ ചെന്ന് കണ്ടെത്തിക്കോണം, അവിടെ സന്തോഷം കണ്ടെത്തിക്കോണം, അവിടെ സമാധാനം കണ്ടെത്തിക്കോണം. എത്ര നെഗറ്റീവായിട്ടുള്ള വിഷയവും നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത്രയ്ക്ക് പവറുണ്ട് നമുക്ക്. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് അത്രയ്ക്ക് പവറുണ്ട്. എന്നും ഉറങ്ങിയിരുന്നിട്ട് എന്ത് ഈശ്വരൻ? ഉണർവാണ് ഈശ്വരൻ. ആ ഉണർവാണ് ഇതിനകത്ത് മുഴുവൻ പറഞ്ഞു തന്നിരിക്കുന്നത്. മുഴുവൻ ഈ ആഴമേറുന്ന നിന്റെ മകസാം ആഴിയിൽ ഞാൻ ഒന്ന് ആഴ്ന്ന് നോക്കുകയും, നമ്മൾ വെറുതെ തെറ്റായിട്ട് കുറെ ചൊല്ലി ധൃതി വെച്ച് രാവിലെ നിൻപതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടി ഒന്ന് പോവുക, തീർന്നു. വിളക്കം കൊണ്ട് കത്തിച്ചു വെച്ച് രാവിലെ നിൻപതം പറഞ്ഞോണ്ട് രാവിവം തോണി. ഞാൻ കേട്ട് അതിശയിച്ചു. ഗുരുദേവൻ ഇങ്ങനെ വല്ല എഴുതിയിട്ടുണ്ടോ? രാവിവം തോണി നിൻപതം, നീ മായയും നീയും എന്നുള്ളിൽ വരണം. നീ മായ മാറണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുക. ഒന്നും ശകലം ഒന്നും സമാധാനമില്ല. ചിരില് തുടങ്ങും. മറ്റേ ഏതായിരുന്നു 7 മണിയുടെ നമ്മൾ കാണുന്നേ അത് അല്ല, ഞാൻ കാണുന്നുണ്ട് സീരിയലൊക്കെ കേട്ടോ. പക്ഷെ ഞാൻ സീരിയൽ കാണുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ആവി വൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. മായയും മായാവിയും അല്ല, മറ്റേ മുമ്പേ പറഞ്ഞ നീ എന്നുള്ളിലല്ല എന്ന് ഉള്ളിലാകണം. മനസ്സിലായത്? എന്നുള്ളിൽ നിന്ന് ഈ മായ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്തിനാണെന്നറിയോ? പ്രാർത്ഥനകൾ കൊച്ചിനെ +2 ജയിപ്പിക്കണം കേട്ടോ. ഞങ്ങൾ മൂന്നാറിന് പോവുക ടൂറിന്. വീടും പരിസരവും ഗുരുദേവം ഒന്ന് നോക്കിക്കോണേ. മൂന്നാറിന് പോവുക. അന്നേരത്തേക്കിന് പിന്നെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. അച്ഛനും അമ്മയും തന്നെയുള്ളൂ. വാച്ചറാണോ ഗുരുദേവൻ? അല്ല, എനിക്കറിയാൻ പറ്റില്ല, സെക്യൂരിറ്റിയാണോ? പിന്നെ അതുപോലെ പിന്നെ കൊച്ചിനെ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകണം. പ്രിൻസിപ്പാളാണോ? നമ്മുടെ ഭക്തിയുടെ ഓരോ ലെവലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചിരി വരും എനിക്ക് ചില ആലോചിച്ചു കഴിഞ്ഞാലേ. ഈ പ്രാർത്ഥന എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ ഈ മായയെ ഒന്ന് മാറ്റാനാണ്. ഈ മായ ഏതാ? മായയുടെ കഥ പണ്ടുണ്ടായിരുന്നു, അത് പറഞ്ഞു മടുത്ത്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മായ എന്ന് പറയുന്നത് ഈ മേലാകെ മൂടി നിൽക്കുക, അത് നമ്മളെ ചുറ്റി വരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് സത്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ മായയെ ഒന്ന് മാറണം. അതിന് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥന ഒരു ലഹരിയായി കഴിയുമ്പോഴല്ലോ മറ്റുള്ള ലഹരികളൊന്നും ലഹരിയല്ലാതെ വരും. മറ്റുള്ള ലഹരിയൊന്നും ലഹരി അല്ലാതെ വരണം അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നറിയണമെങ്കിൽ ആദ്യം മറ്റുള്ള ലഹരികൾ ഉപയോഗിക്കണ്ട കേട്ടോ, ഉപയോഗിക്കരുത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന ഒരു ലഹരിയായി കഴിയുമ്പോൾ നമ്മളിൽ മാറേണ്ടതെല്ലാം മാറും. നമ്മുടെ ഈ അശുദ്ധി കംപ്ലീറ്റ് അങ്ങ് മാറിപ്പോകും. അശുദ്ധി മാറിപ്പോയെങ്കിലേ ശുദ്ധമായിട്ടുള്ള ഒരു ആത്മാവിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും സത്യത്തിൽ ദർശനത്തിലേക്ക് വന്നിട്ടില്ല. കൃതികൾ പറയണം എന്ന് വിചാരിച്ച ഒരു കാര്യമല്ല പറഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലരും പല രീതിയാണ് ഗുരുദേവനോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് ഗുരുദേവ ഇന്നത് കേൾക്കണം എന്ന് ഒരാൾ പറയും, വേറൊരാൾ പറയും വേറെ
അപ്പൊ ഗുരു എന്നോട് പറയുന്നത് മൊത്തം പ്രശ്നമാണ്, ഇതിപ്പോ എന്നാ ഞാൻ നിനക്ക് തരുന്നത്. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാനൊരു ഓടക്കോളിലാണ്, ഓടക്കോളിന്റെ ഇപ്പുറത്തിരുന്ന് ഊതിലാണ് ഞാൻ. നല്ല മനോഹരമായ പാട്ട് വരെ കേൾപ്പിക്കണം എന്ന് പറയുമ്പോൾ ഗുരു പറയുന്നത് പലരും പലത് ആവശ്യപ്പെടുന്നത്, ഞാൻ എങ്ങനെയാ പിന്നെ നിനക്ക് തരുന്നത്, ഇഷ്ടമുള്ള കാര്യങ്ങൾ തരുന്നത്? അതുകൊണ്ട് ശ്രദ്ധിച്ച് കുറച്ചും കൂടെ കേട്ട് മടുത്തോ, ബോറടിക്കുന്നുണ്ടോ? നമ്മുടെ മറ്റത് പോലെ അത്ര വലിയ സുഖമാകത്തില്ല. കാര്യം എന്താണെന്നറിയോ, മറ്റേ കൊച്ചു കൊച്ചു കഥകളും കാര്യങ്ങളും ഒക്കെ ഇല്ല. ഇനിയിപ്പോ കഥകളുടെ കാര്യം, നമ്മൾ LKG കഴിഞ്ഞ് UKG ആയി, നമുക്ക് ജയിച്ചു പോകണ്ടേ, മുകളിലോട്ട് പോകണ്ടേ? ഉറങ്ങി ഇരുന്നാൽ മതിയോ? നമുക്ക് കുറച്ചും കൂടെ മുകളിലോട്ട് കയറി പോകണ്ടേ? ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇത് ജനനം മുതൽ മരണം വരെ ഉള്ള ഈ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് ജീവിതം. ഇതൊരു യാത്രയാണ്. ജീവിച്ചു പോകുമ്പോഴേ ഇതിന്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു ട്രെയിൻ യാത്ര പോലെ ജീവിതം. ഒരു ട്രെയിൻ യാത്രയിൽ നമ്മൾ നമ്മുടെ കുടുംബമായിട്ട് കയറുന്നു. കോട്ടയത്തുനിന്ന് കയറി കുറേ ദൂരം അങ്ങോട്ട് പോയി, അടുത്ത് തൊട്ടപ്പുറത്തെ കുപ്പയിൽ തൊട്ടപ്പുറത്തിരിക്കുന്നവരെ നമ്മൾ പരിചയപ്പെട്ട് നമ്മൾ കൂട്ടായി, കമ്പനിയായി, അല്ലേ? അങ്ങനെ നമ്മൾ പതുക്കെ 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 പോകുന്നതിനനുസരിച്ച് ഈ ഒന്നിച്ച് കയറിയവര് ഓരോരുത്തർ പതുക്കെ ഇറങ്ങി പല സ്റ്റോപ്പുകളിലായിട്ട്. അപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് കിടക്കുന്നില്ല. നമ്മളിപ്പോ ഒരു യാത്ര പോകുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്, പക്ഷെ ജീവിതയാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ജീവിതയാത്രയുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ജീവിച്ച് ഈ യാത്ര ഇങ്ങനെ ചെയ്തു പോകുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതുപോലെ കൃതികൾ പഠിക്കണമെന്നും ഈ പഠിച്ച കൃതികളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതും പഠിക്കാൻ തുടങ്ങിയപ്പോഴല്ല മനസ്സിലായത്, അല്ലേ? അതിനു മുമ്പ് പറഞ്ഞായിരുന്നു നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്കറിയാമായിരുന്നു? ഇല്ല. നമുക്ക് ഇനിയുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 5 വർഷം മുമ്പുണ്ടായിരുന്ന പല അറിവും ഇന്ന് അതൊന്നും അറിവല്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഓരോ ദിവസം ചെല്ലുന്നവരും പുതിയ പുതിയ അറിവിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതാ ജീവിതം. ജീവിതം ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു സർവകലാശാലയാണ്. ഇത് അനുഭവിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഒരനുഭവത്തിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരാളെ മനസ്സിലാക്കണം. 10 മിനിറ്റ് അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ അയാളെ മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ ആരാണ്? രമണ മഹർഷി ചോദിക്കുന്ന പോലെ ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചാൽ നമുക്ക് ഗുരുവിനെ മനസ്സിലായി. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം എനിക്ക് എൻ്റെ ഉള്ളിൽ തെളിഞ്ഞാൽ എനിക്ക് ദൈവത്തെ മനസ്സിലായി. അവിടെ ഓക്കെ. അപ്പൊ ഇപ്പോഴും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ ഞാൻ ആര് എന്നുള്ള അന്വേഷണത്തിന്റെ ഒരു യാത്രയിലാണ് നമ്മൾ. ആ അന്വേഷണത്തിന്റെ യാത്രയിൽ നമുക്ക് ആദ്യം അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. കുറെ കഴിയുമ്പോൾ അച്ഛനും അമ്മയും പോയി. പതുക്കെ ഒരു ഭർത്താവ് കയറി വന്നു. ആ ഭർത്താവ് കുറച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ കയറി വന്നു. ആ കുഞ്ഞുങ്ങളും ഭർത്താവും ഒക്കെ കയറി വന്ന് കുറച്ച് നല്ല സന്തോഷമായിട്ട് കടലിലെഴും തിരമാല പോലെയാണ് ഗുരുദേവൻ പറഞ്ഞ പോലെ ഇങ്ങനെ തിരമാല കയറി ഇങ്ങനെ വന്ന് പതുക്കെ കുറച്ചു നേരം നിലനിന്ന് താഴോട്ടിറങ്ങി പോകുന്നത് പോലെ കുഞ്ഞുങ്ങൾ വന്ന് കുടുംബം നല്ല കുറച്ച് സന്തോഷമായിട്ട് പോയി കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് പതുക്കെ പതുക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ട് ഒരു സൈഡിൽ ഇരിക്കാൻ പാടില്ല. അത് സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ അറിവില്ലാത്തതുകൊണ്ടാണ്. ഞാനും ഈ തിരയുടെ ഒരു ഭാഗമാണ്. ഇതിനോട് ഞാനും അലിഞ്ഞു ചേരും. അതുകൊണ്ട് ഇപ്പം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് പോയാലും ആ ആ ആ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആ ഓർമ്മകൾ മതി എനിക്ക്. ഈശ്വരനുണ്ട് കൂട്ടിന്, ഭഗവാനുണ്ട് കൂട്ടിന്. ഇന്നലെ ഉറങ്ങിയതിന് ശേഷം എനിക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ചുമ്മാ ചിന്തിച്ചാൽ മതി. അന്നേരം ഈ ഭർത്താവില്ല, ഭാര്യയില്ല, കുഞ്ഞുങ്ങളില്ല, ബന്ധുക്കാരില്ല, എൻ്റെ 10 സെന്റും ചുറ്റുമതിലും ഇല്ല, 2 നില വീടില്ല, ബംഗ്ലാവില്ല, കാറില്ല, ഒന്നുമില്ല. അപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു. ആ ഞാനാണ് യഥാർത്ഥ ഞാൻ. ആ ഞാൻ എൻ്റെ പേരാണ് ബോധം. ആ ഞാനിന്റെ പേരാണ് ഗുരു പറയുന്ന അറിവ്. ആ അറിവാണ്. ആ അറിവിന് ഭർത്താവില്ല, ഭാര്യയില്ല, കുഞ്ഞുങ്ങളില്ല, ആരുമില്ല. മനസ്സിലായില്ലേ? അതിനൊരു നല്ല കീർത്തനുണ്ട്. ആത്മാവിനീ ഭൂമി ബന്ധമില്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മില് ബന്ധമുള്ളു പരമാത്മാവുമായുള്ള ഒരാത്മബന്ധം. ആത്മാവിനീ ഭൂമിൽ ബന്ധമില്ല,
സ്വന്തം ദേഹവുമായി ഒരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം. ആ പരമാത്മാവുമായിട്ടുള്ള ആത്മബന്ധം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നുള്ള യഥാർത്ഥത്തിലുള്ള സത്യം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുഞ്ഞെ ആവശ്യമില്ലാതെ ദുഃഖിക്കേണ്ട നീ. നിന്റെ കൂട്ടത്തിൽ ഞാനുണ്ട്, പരമാത്മാവായ ഞാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാനാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇത്ര കൃതികൾ നമുക്ക് മനോഹരമായിട്ട് എഴുതി തന്നത്. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ ആ ഗുരുവിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ? ആ ഗുരു ഇത്രയും കഷ്ടപ്പെട്ട് ഇത് കണ്ടുപിടിച്ച് നമുക്ക് മനോഹരമായിട്ട് തന്നിട്ടും ഒരിക്കലെങ്കിലും അത് ഗുരുവിന് മനസ്സിലായി. ഗുരു പറഞ്ഞു, ഈ അറിവിനെ ഇനി അറിയാനും ആരുമില്ലല്ലോ തമ്പി, നീയെങ്കിലും കാണുമോ എന്ന് നടരാജ ഗുരുവിനോട് ചോദിച്ചു. തമ്പി, നീയെങ്കിലും കാണുമോ നമുക്ക്? തമ്പി പറഞ്ഞു, ഞാൻ കാണും. ആ തമ്പിയാണ് ഈ പാശ്ചാത്യ നാടുകളിൽ മുഴുവൻ ഗുരുവിനെ പ്രചരിപ്പിച്ച ഗുരുവിന്റെ തമ്പി, ധർമ്മപ്രചാരകൻ നടരാജ ഗുരു. നമ്മുടെ ഗുരുകുലത്തിന്റെ, നാരായണ ഗുരുകുലത്തിന്റെ ഗുരുകുലം നടരാജ ഗുരുവാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. നമ്മുടെ ഉള്ളിലെ സത്യത്തിനെ, ഉള്ളിലെ ഉറങ്ങുന്ന സത്യത്തിനെ ഗുരു കാണിച്ചു തരികയായിരുന്നു, ചൂണ്ടിക്കാണിച്ചു തരുമായിരുന്നു, പറഞ്ഞു മനസ്സിലാക്കി തരുമായിരുന്നു. പക്ഷെ ആ ഗുരുവിനെ നമുക്ക് മനസ്സിലായില്ല. ആ ഗുരുവിന്റെ പിന്നാലെയല്ല നമ്മൾ പോയത്, ഗുരു തന്നതിന്റെ പിന്നാലെ. അതിന് മുന്നോടിയായിട്ട് ആദ്യം നമുക്കൊരു ശിവനെ പ്രതിഷ്ഠിച്ചു തന്നല്ലേ അരുവിപ്പുറത്ത്. അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്ന കണ്ടപ്പോൾ മനസ്സിലായി, നിങ്ങൾ പിന്നെയും പാവങ്ങളാണല്ലോ, ഈ കല്ലിന്റെ ചുറ്റും കിടന്ന് പിന്നെയും കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇവരെ ഒന്ന് ഉയർത്തണ്ടേ. അതിന് പ്രതീകങ്ങൾ മാറ്റി തന്നു. കവരവിളക്ക് വെച്ച് നോക്കി, കവരവിളക്ക് എന്ന് പറഞ്ഞൊരു ദൈവമുണ്ടോ? എന്നിട്ടും മനസ്സിലായില്ല. കണ്ണാടി തന്നു, കണ്ണാടി വെച്ച് കണ്ടു. ഇതിലൊന്നും അല്ല കുഞ്ഞെ, നിന്റെ മനസ്സ്, നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മശക്തിയിലേക്ക് നീ ഒന്ന് തിരി. എന്നിട്ടും തിരിഞ്ഞില്ല. ഇപ്പോഴും നമ്മൾ തിരിയുന്നില്ല. തിരിയാതെ ചുമ്മാ നമ്മുടെ ഇവിടുത്തെ ഈ കുട്ടച്ചൻ നടക്കുന്ന പോലെ, ഇവിടുത്തെ നമ്മുടെ ഈ പട്ടിയുടെ പേരാ കുട്ടച്ചൻ കേട്ടോ, നടക്കുന്ന പോലെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുക. മനസ്സിലായില്ലേ? അതാണ് സത്യം. അപ്പൊ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി ആ ഗുരുവിനെ ഒന്ന് നീതി പുലർത്തിക്കൊള്ളു. കുട്ടച്ചന്റെ ഒരു വലിയ അതിശയമുണ്ട് കേട്ടോ, അത് പറയട്ടെ. ഈ കുട്ടച്ചൻ ഇവിടെ ഈ മതിലെല്ലാം പൊളിച്ചിട്ട് ഇവിടെ ഒരു അനാഥമായിരിക്കുന്ന സിറ്റുവേഷൻ ഇവിടെ വന്നതാണ്. ആരും കൊണ്ടുവന്നതല്ല, എവിടുന്ന് വന്നെന്നും അറിയത്തില്ല. മിടുക്കനായ സുന്ദരനായ ഒരു പട്ടി, നമ്മുടെ ഒരു ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ ഇവൻ ഇവിടുത്തെ ഒരാളായിട്ട് വന്നു. ഞാൻ രവിവാര പാഠശാലയ്ക്കുള്ള ഞങ്ങളുടെ ടീച്ചർമാർ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവനൊരു കസേര വന്നിരിക്കും. അവനൊരു കസേരയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇതിന്റെ അകത്തോടെ കയറിയിട്ട് ആദ്യമൊക്കെ നമ്മൾ ഓടിച്ചു കൊടുക്കും, പിന്നെ അവൻ അവിടെ നിൽക്കത്തുള്ളൂ. എന്ത് ചെയ്യും? സെക്രട്ടറി വന്ന് നമ്മുടെ ഓഫീസ് തുറന്ന ഉടനെ നേരെ ഓഫീസിനകത്തോട്ട് കയറും. സെക്രട്ടറി അവനെ ഓമനിക്കാൻ തുടങ്ങി. അവൻ ഈ മറ്റേ സാധനത്തിന് പേരുന്ന അതിന്റെ തീറ്റി പ്രീ ഡിഗ്രി അതിനാണ്. അത് ഒക്കെ ഒരു പാട്ടൊക്കെ മേടിച്ച് ഇവിടുത്തെ സന്ധ്യമ്മ ഇവിടെ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ അവന് കരുതാൻ തുടങ്ങി. ഇവനങ്ങ് കരുതലും സ്നേഹവും ഒക്കെ അങ്ങ് കൊടുക്കാൻ തുടങ്ങി. അവനങ്ങ് ഇവിടുത്തെ ഒരു സ്വന്തമായി ഇവിടുത്തെ ഒരു കാവൽക്കാരനായിട്ട് നമ്മുടെ ഈ ചുറ്റുമതിൽ ഒക്കെ പൊളിച്ചിട്ട് കഴിഞ്ഞപ്പോ ഇതിനകത്തോട്ട് ഞങ്ങളെല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരു ഈച്ച പോലും കിടത്തത്തില്ല. അത്രയ്ക്ക് അട നടക്കുന്നു. അത്രയ്ക്ക് ഇവൻ കാവൽക്കാരനാണ്. അപ്പൊ ഇവിടെ ദേവപ്രശ്നമൊക്കെ വന്നതിടയ്ക്ക് ഇങ്ങനെ പട്ടി കയറുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്, വല്ലാഴികയും ഒക്കെ തോന്നി. അപ്പൊ ഇതിന്റെ ഒരു ജീവനല്ലേ? അപ്പൊ സെക്രട്ടറിയോട് പറഞ്ഞു. അപ്പൊ സെക്രട്ടറി ദയാലുവാണല്ലോ, ദയാലുവായ സെക്രട്ടറി പറഞ്ഞു, ഒരു ജീവനല്ലേ, എങ്ങനെ അവനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ദിവസം ഇവിടെ ആരും ഇല്ലാഞ്ഞപ്പോ സെക്രട്ടറി ഇവനെ വിളിച്ച്, എടാ നീ കാരണം എനിക്ക് നാണക്കേടും പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ അതിനകത്തൊന്ന് കയറരുത്. ഇവിടെ ഇഷ്ടം പോലെ പറമ്പുണ്ടല്ലോ, നീ അവിടെ എല്ലാരും പറഞ്ഞു നിന്നെ ഓടിച്ചു വിടാനും കൊല്ലാനും അടിക്കാനും ഒക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് അതിന് മനസ്സ് വരുന്നില്ല. അപ്പൊ ആ ദയാലുവിന്റെ ഇതൊന്നും ഓർത്തു നോക്കണം. അങ്ങനെ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് ഈ കുട്ടച്ചൻ ഈ ഭാഗത്തോട്ട് കയറത്തില്ല. കുട്ടച്ചൻ അതിലേക്കൂടെ ഇത് ഞാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഒരു ദിവസം സെക്രട്ടറി എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ വല്ല അതിശയമുണ്ടോ? ഉണ്ടോ? അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ട് മൂലൂരിന്റെ വീട്ടില് ഗുരുദേവൻ കൂട്ടുകാരുമായിട്ട് സന്യാസി സംഘമായിട്ട് ഇങ്ങനെ കടന്നു വന്നപ്പോ ആ മൂലൂരിന്റെ വീട്ടിൽ പോയവരുണ്ടല്ലോ ഇവിടെ നമ്മുടെ ആ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരുമ്പോ മൂലൂരിന്റെ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടി ഓടി വന്ന് സാഷ്ടാംഗം പ്രണമിച്ചു. സാഷ്ടാംഗം വന്ന് മണിക്കൂട്ടല്ലായിരുന്നു നമ്മൾ പോയപ്പോ, ഇല്ലായിരുന്നു. സാഷ്ടാംഗം വന്ന് ഈ ഇത് പ്രണമിച്ച് ഗുരുവും പ്രവർത്തിച്ച് പോന്നു.
അപ്പൊ ഈ ശിഷ്യന്മാർക്ക് ഈ കാര്യം മനസ്സിലായില്ല, ഗുരുവിന് കാര്യം മനസ്സിലായി. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്ക് ഈ പട്ടിയുടെ ജന്മം കിട്ടുന്നതിന് മുമ്പ് ഗുരുവിനെ അറിയാമായിരുന്നു. ആയിക്കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഇതിനൊക്കെ വേറും ജീവികളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തള്ളി നിങ്ങളെ ഉപദ്രവിച്ച് മാറ്റി മാറ്റി വിടുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വേണം. എന്ത്? ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള കമ്പയും സദാ കരുണാകര നൽകുള്ളിൽ തിരുമൈ വിട്ടകലാത ചിന്തയും. ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാത്ത ഗുരുവിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാത്ത മനസ്സ് നമുക്ക് ഉണ്ടായി വരണം. എന്നും വന്ന് പ്രാർത്ഥിക്കുകയും എന്നും ചതയത്തിന് മാലയിടുകയും എന്നും ദൈവദർശനം ചൊല്ലുകയും ചെയ്തിട്ട് കാര്യമില്ല. നമ്മളില് ഈ കരുണ, അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം, ഈ ഒരു വാത്സല്യം, ഈ ഒരു അലിവ്, ഈ ഒരു അൻപ് നമ്മളിൽ എപ്പോഴാണോ ഉണ്ടാകാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ഗുരു നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ വേഷം കെട്ടിലോ കാട്ടിക്കൂട്ടലിലോ എന്നും 12 മാസം നോയമ്പെടുക്കുന്നതിനോ ഒന്നുമല്ല കാര്യം. ഈ ഒരു അലിവ് വരണം. പിന്നെ ഗുരു നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? ഒരു ഉപനിഷത്ത് തർജിമ ചെയ്തു തന്നിട്ടുണ്ട് ഗുരുദേവൻ, ഇല്ലേ? അതേത് ഉപനിഷത്താ? 108 പരം ഉപനിഷത്ത് ഉണ്ടായിട്ടും ആ ഒരെണ്ണം മാത്രം എന്തിനാണ് തർജ്ജമ ചെയ്തത് എന്നത് പല പ്രാവശ്യം ഞാൻ ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗുരു എന്നോട് മറുപടി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്ന കൊണ്ട് ചരിക്ക നീ മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ മറ്റുള്ളവരുടെ ധനം ആശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗുരുദേവന് വിരോധിയാണ്, ഗുരുദേവന്റെ ധർമ്മത്തിന് വിരോധിയാണ്. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്ന കൊണ്ട് ചരിക്ക നീ മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. അപ്പൊ എന്ത് പറഞ്ഞു? കരുണ പറഞ്ഞു നമ്മളോട്. ഒരു പീഡ എറുമ്പിനും വരുത്താതിരിക്കുന്ന ഒരു കരുണ വേണം. പിന്നെ എന്താണ്? ആശിക്കരുത് മറ്റുള്ളവരുടെ ഒരു വസ്തു. മറ്റുള്ളവർ നന്നാകുന്നതിൽ അസൂയപ്പെടാൻ പാടില്ല. അയലു തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരനാചരിക്കണം എന്ന ഗുരുവിന്റെ ഭാഷ. ഇത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണമല്ല, മനസ്സിൽ ആക്കണം, എന്നിട്ട് ജീവിക്കണം. അപ്പൊ ഗുരുദേവന്റെ വചനങ്ങളെ നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കണം, സാംശീകരിക്കണം. അത് സാംശീകരിക്കുക എന്ന് പറയുമ്പോൾ ഇറച്ചി മീൻ കൂട്ടുന്നില്ല, മദ്യം കുടിക്കുന്നില്ല, ബാക്കിയെല്ലാം ആയി. ഇത് ശരീരത്തിന്റെ മാത്രം, അത് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ശരീരത്തിന് മാത്രം ആവശ്യമാണ്. നമ്മുടെ മനസ്സിന് പരിവർത്തനം വരണം, മനസ്സ് മാറണം, നമ്മൾ മാറണം, നമ്മളുടെ ഇപ്പോഴുള്ള ചിന്താഗതി മാറണം, നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥ, നമ്മളെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ മാറണമെങ്കിൽ നമ്മൾ മാറണം, നമ്മളുടെ ചിന്തകൾ മാറണം, നമ്മളുടെ ചിന്താഗതികൾ മാറണം. നമ്മുടെ ഉള്ളിൽ നിറയേണ്ടതെന്താ? അരുളുള്ളവനാണ് ജീവി, അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിടുകയും ഭാഷയിൽ ചുമ്മാ എഴുതി വെച്ചതല്ല ഗുരുദേവൻ, എന്നും ചെല്ലാൻ വേണ്ടി എഴുതി വെച്ചതുമല്ല. എന്നും പരിശീലിക്കണം, ഇതിനെ എന്നും പ്രാർത്ഥിക്കണം. എന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ കൈ തൊഴുത് പുറകുന്നതല്ല, നമ്മുടെ മനസ്സിൽ ആക്കണം, മനസ്സിലാക്കിയിട്ട് അതുപോലെ ജീവിക്കണം. വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയം ചെയ്യണം. വസതിക്കൊത്ത ഗുണമുള്ള, വസതി എന്ന് പറഞ്ഞാൽ എന്താ? വീട്, ഭവനം. വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയം ചെയ്യണം. സമയായോ? അത് ഭാര്യധർമ്മമൊക്കെ ഇവിടെ വേറെ നമ്മളെ പ്രഭാഷകർക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ജീവിതത്തിൽ ഗുരുദേവന്റെ ദർശനങ്ങളെ സാംശീകരിച്ചിട്ട് അതുപോലെ ജീവിക്കാൻ ശ്രമിച്ചാല് എന്താ? പൊതുവൈക്കല് പറഞ്ഞ പോലെ ദേവാ ഭഗവാന് കാരുണ്യകാതന് ദേവാഭവൽ കൃപ രക്ഷ നൽകും നിത്യ സത്യമാർഗത്തിനു നിത്യസുഖത്തിനു നിത്യനിരാമയ നിത്യസുഖത്തിനും
ഈ സത്യമാർഗത്തിലൂടെ പോയാൽ യാതൊരു സംശയവുമില്ല, സുഖവും സമാധാനവുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. യാതൊരു സംശയവുമില്ല. വേറെ എങ്ങും അതിലൂടെ പോകണ്ട. കാരണം പോകാനുള്ളതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ, ദൈവം അല്ലെങ്കിൽ പരമാത്മാവ് നിറച്ച ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ സമാധാനവും സന്തോഷവും കരുണയും ദയ. ഇതൊക്കെ വേറെ ഒരു ജീവിയോടും ഗുരു പറഞ്ഞിട്ടില്ല മനുഷ്യത്വം വേണമെന്ന്. നായയോട് പറഞ്ഞിട്ടില്ല നായത്വം വേണമെന്ന് പറഞ്ഞിട്ടില്ല. കടുവയോട് കടുവത്വം വേണമെന്ന് പറഞ്ഞിട്ടില്ല. പശുവിനോട് പശുത്വം വേണമെന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യനോട് പറഞ്ഞു മനുഷ്യത്വം വേണം. കാരണം മനുഷ്യർക്ക് എല്ലാവർക്കും മനുഷ്യത്വമില്ല. മനുഷ്യത്വമുള്ളവനാണ് മനുഷ്യൻ. എങ്ങനെയാണ് മനുഷ്യത്വം ഉണ്ടാക്കേണ്ടത് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? അവൻ ഇവനും ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല. എന്റെ വേദന തന്നെയാണ് നിനക്കും. ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല. എന്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും ഉള്ളത് ഒരേ ആത്മാവ്, ഒരേ ചൈതന്യം, ഒരേ ശക്തി, ഒരേ പ്രകാശമാണ്. പിന്നെങ്ങനെയാണ് ഞാനും നീയും വേറെയാകുന്നത്? അപ്പൊ എന്റെ വേദനയല്ലേ നിന്റെ വേദന? ഞാനും നീയും ഒന്ന് തന്നെയാണ്. അതാണ് ആത്മസഹോദരൻ എന്ന് പറയുന്നത്. ആത്മസഹോദരൻ, ആത്മാവ് എന്ന് പറയുന്ന സത്യം, നമ്മുടെ ഉള്ളിലെ ആത്മാവ് എന്ന് പറയുന്ന സത്യം, അതാണ് സത്യം, അതാണ് സത്ത്. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ജീവനെന്നും പ്രാണനെന്നും ഒക്കെ പറയാം. അതിന്റെ പേരാണ് ഈശ്വരൻ. ആ ഈശ്വരനെ അറിയണം. എങ്ങനെ അറിയാം? എന്റെ ജീവനെ എന്നും അറിയണേ? കണ്ണടച്ചിരുന്നിട്ട് ജീവനുണ്ടോ ജീവനുണ്ടോ നീ എല്ലാ നാടിയും പിടിച്ചു നോക്കുന്നതാണോ? അങ്ങനെയാണോ അറിയുന്നത്? അങ്ങനെയാണോ അറിയുന്നത്? ആ ഗുരു നമുക്ക് എല്ലാം ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഈ ദൈവദശകം എന്നുള്ള പ്രാർത്ഥന തൊട്ട്, ഗദ്യപ്രാർത്ഥന തൊട്ട്, ഈ ആത്മോപദേശ ശതകം തൊട്ട്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ കുത്തിയിരുന്ന് വായിക്കണോ? ഒന്നും വേണ്ട. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒന്ന് ധ്യാനിക്കാൻ പഠിക്കാവൂ. രാവിലെ കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമാക്കി പാലടുപ്പത്ത് വെച്ചേച്ച് വന്നിരിക്കരുത്. കോഴിയെ തുറന്നു വിട്ടേച്ച് വന്നിരിക്കരുത്. കോഴിക്കൂട്ടിലായിരിക്കും മനസ്സ്. പാല് അടുപ്പ വെച്ചിട്ട് വന്ന അടുക്കളയിലായിരിക്കും മനസ്സ്. ഈ മനസ്സെന്ന് പറയുന്നതിനെ പിടിച്ച് ഉള്ളിലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് പതുക്കെ ഇരിക്കണം. ഓം ശ്രീനാരായണ പരമഗുരുവേ. 10, 15, 20 പ്രാവശ്യം ഒന്ന് ചൊല്ലി നോക്കി. 10, 15, 20 പ്രാവശ്യം ചൊല്ലുമ്പോൾ നിങ്ങൾ അറിയാത്ത ഒരു സുഖം നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്തകൾ പതുക്കെ 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 ഇറങ്ങി പോകും. അങ്ങനെ ഇറങ്ങി 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 പോയി കഴിയുമ്പോൾ ഈ ഗുരുവിന്റെ രൂപം നിങ്ങളുടെ ഉള്ളിൽ വരും. ആ ഗുരുവിന്റെ രൂപം ഉള്ളിൽ വന്നിട്ട് ആ രൂപവും നിങ്ങളും തമ്മിൽ സംഭവിക്കാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ അറിയാത്ത ഒരു ആത്മബന്ധം, ആ ആത്മബന്ധം വളരും, അത് ബലം പ്രാപിക്കും, ശക്തിയാകും. ഈ സമൂഹത്തിലെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. സ്വാമി പറഞ്ഞിട്ട്, ഈ ലോകയാത്ര ഇടയ്ക്ക് മുടക്കമോരോന്നും ആലോചിയാതെ വരുമെങ്കിലും എന്റെ ചിത്തം ആലോലമാകരുതു പിന്തിരിയാതെ നിന്റെ കാലോർത്തു കാലമിവരെന്നു കഴിച്ചിടട്ടെ. അവരൊക്കെ എത്ര അനുഭവത്തിലാണ് പറയുന്നത്. ഈ ലോകയാത്ര ഇടയ്ക്ക്, നമ്മുടെ ഈ ജീവിതയാത്ര ഇടയ്ക്ക് മുടക്കം വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരും. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ എന്താണ് ചിന്തിക്കാതെ എന്ത് ചെയ്യണം? ആ ഗുരുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കണം. ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഗുരുദേവൻ ഇഷ്ടംപോലെ കൃതി നമുക്ക് തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കൃതിയുടെ 2 വാക്ക് ചൊല്ലിക്കണം. ദൈവദശകം അറിയാമല്ലോ, ഒന്ന് ചൊല്ലിക്കേ, ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ. ഇതിന് പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നുമില്ല, പൈസ മുടക്കൊന്നുമില്ല. നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നിങ്ങളൊന്ന് മാറിയിരുന്നു, ഒന്ന് കണ്ണടച്ചിരുന്ന് എന്റെ ഗുരുദേവ ഓം ദൈവമേ കാത്തുകൊള്ളുകന്ന് കൈവിടാതിങ്ങി ഞങ്ങളെ നാവികൻ കുറച്ചിങ്ങനെ ചൊല്ലി ചൊല്ലി കഴിയുമ്പോഴല്ലോ ഈ ചിന്തകള് പതുക്കെ 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 മാറും. ചിന്തകളല്ല സത്യത്തില്, ആ പ്രശ്നം തന്നെ മാറിപ്പോകുന്നതാണ് സത്യം. അത്രയ്ക്ക് പവറുണ്ട്, അത്രയ്ക്ക് ശക്തിയുണ്ട് ഈ ഗുരുവിന്റെ പ്രാർത്ഥനകൾക്ക്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരീക്ഷിച്ചറിയാവുന്നതേ ഉള്ളൂ. ഈ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ നിന്നാണ് കൂടുതൽ നമ്മുടെ ഈ അനുഭവങ്ങൾ പഠിച്ചിരിക്കുന്നത്, അല്ലേ? കുമാരനാശാൻ നമുക്ക് തന്നിരിക്കുന്ന സ്വാതി തിരുനാൾ വഞ്ചിപ്പാട്ടില്ലേ, നമിക്കുവിൻ സഖചരേ നിയതമി ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവരിതുപോലെ
ലഭിക്കുമോ കുലത്തിന് ഗുരു ഭക്തിയില്ലാതാർക്കും കുശലമാമോ? ചുമ്മാ പറഞ്ഞതല്ല കുമാരനാശാൻ. കുമാരനാശാന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തന്നതാണ്. കോട്ടുകോയിക്കൽ മാഷ് നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ലേ, നാരായണാരൂപം നയനാഭിരാമം നാരായണനാമം കർണാമൃതം ആദിനാരായണൻ അവതാരമാർന്ന നാരായണ ഗുരു ധ്യാനമന്ത്രം. എന്ത് സുഖ! അതൊക്കെ അത്രയ്ക്ക് ഉള്ളിൽ ചേർന്ന് അലിഞ്ഞ് ചേർന്ന് ഉള്ള ഒരു പദങ്ങളാണ്. ആ കൊട്ടുകോയിക്കൽ മാഷിന് അങ്ങനെ, കൊട്ടുകോയിക്കൽ വേലായുധൻ മാഷിന് അങ്ങനെ ചെല്ലണമെങ്കിൽ ആ ഗുരുവിനോടുള്ള വിശ്വാസവും ഗുരുവിനോടുള്ള ഭക്തിയും ഗുരുവിനോടുള്ള ആ പ്രത്യാശ എത്രത്തോളമായിരുന്നു. ഇതുപോലെ തന്നെയാണ് അഡ്വക്കേറ്റ് PN പരമേശ്വരൻ പറയുന്നത് അല്ലെ, നാരായണ ഗുരു ദേവൻ ദിവ്യൻ ആരാണെന്നാരറിയുന്നു, നേരിട്ടു കണ്ടവർ പോലും അങ്ങേ നേരെ അറിഞ്ഞില്ല തന്നെ. എത്ര സത്യം! നേരിട്ട് കണ്ടവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തില് അജയ്യനായിരുന്നു ഗുരു എന്നുള്ള സത്യം. ആ സത്യത്തെ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കി തരാനും ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പര നമ്മുടെ ഈ ശാഖായോഗത്തിൽ ഇതുപോലെ സംഘടിപ്പിക്കാനും, നമ്മുടെ ശാഖായോഗം സത്യത്തിൽ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണെന്നറിയുമോ? നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഒരു സംഭവങ്ങളാണ് നമ്മുടെ ശാഖ നമുക്ക് ഒരുക്കി തന്നത്. ഏപ്രിൽ മാസത്തിൽ ദർശന സംഗമം, ഇങ്ങോട്ട് ഒരു 30 ദിവസം ഉള്ളതിൽ 20 ദിവസവും നമുക്ക് ഓരോ പ്രോഗ്രാം. അത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും. ഇവിടെ വരുന്നവർക്ക് അന്ന് ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നത് പോലെ ഭക്ഷണമെല്ലാം കഴിച്ചു. ഗുരുവിന്റെ അടുത്ത് ആര് ചെന്നാലും ചോദിക്കും, ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ പോലെ ഇവിടെ വരുന്നവർക്ക് ആർക്കെങ്കിലും ഭക്ഷണം ഇല്ലാതെ പോയിട്ടുണ്ടോ? ആ ഭക്ഷണവും വെള്ളവും നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഇതുകൊണ്ട് ഈ അന്നിട്ട പന്തല് ഇനിയുണ്ട്, ഈ ഫാന്, ഇതൊക്കെ നമുക്ക് ഇവിടെ ഇതുപോലെ സൗകര്യമായിട്ട് തന്നിട്ടും ഈ ദർശനത്തിനെയും ഗുരുവിനെയും അറിയാതെ പോകുന്നുവെങ്കിൽ അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ലേ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നാല് ഈ ഗുരുവിന്റെ ആയുസ്സും വപസ്സും ഒക്കെ കളഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടല്ലേ? എന്നിട്ട് ഗുരുവിന് അത് മനസ്സിലായിട്ട് ഒരു പറഞ്ഞു, നമുക്ക് ആരുമില്ലല്ലോ ഈ അറിവിനെ ഇനി അറിയാനും ആരുമില്ല. ആത്മോപദേശതകത്തിലുള്ളതാ, ആത്മോപദേശതകത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്ന ഈ അറിവിനെ ഇനി അറിയാനും ആരുമില്ലല്ലോ. എത്ര സിമ്പിളാ! പക്ഷെ ഇതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ സ്വയം എഴുന്നേൽക്കുക, സ്വയം വളരുക, നമുക്ക് സ്വയം സെൽഫ് മാനേജ്മെന്റ്. നമുക്ക് ഒരു ജോത്സ്യന്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല, നമുക്ക് വേറെ ഒരിടത്തും പോകേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് ചെയ്യാനുള്ളതും പറയാനുള്ളതും ഒക്കെ ഇങ്ങനെ തന്നോണ്ടിരിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം സത്യ. ഞാൻ ഇത്രയും നേരം സംസാരിച്ച് ഒരു ഫുൾ സ്റ്റോപ്പ് പോലും ഇല്ല. ചുമയുടെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പോലും എഴുതിയെടുത്തിട്ടില്ല, പഠിച്ചിട്ടില്ല. പഠിക്കുന്നത് ഗുരുദേവകൃതി മാത്രവും ഗുരുദേവനെ കുറിച്ചുള്ള ഈ യൂട്യൂബിനകത്ത് വരുന്ന പ്രഭാഷണങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ നിന്ന് കഴിയുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അതാരാ തരുന്നത്? ഭഗവാനാ തരുന്നത്. അപ്പൊ എനിക്ക് പ്രത്യേകതയൊന്നുമില്ല. നിങ്ങളെല്ലാം അത് തന്നെയാണ്. നിങ്ങളൊക്കെ ധർമ്മപ്രചാരകരാ. ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴും 2 പേരുണ്ടെങ്കിൽ അവരോട് ഗുരുവിന്റെ കാര്യം ഒന്ന് പറയാനൊന്ന് ഉണർന്നു നോക്കി. നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളിൽ വരുന്നവർക്ക് ജോലി ചെയ്തുകൊണ്ട് പറയാം ഗുരുവിന്റെ കാര്യം. അങ്ങനെ ഗുരുവിനെ അങ്ങനെ പ്രചരിപ്പിക്കാൻ ഒരുങ്ങിയാല് നമ്മളുടെ കുടുംബമല്ല അതിന്റെ അപ്പുറം രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇപ്പോഴത്തെ ഏത് കാര്യത്തിലും ഒരു സ്ഥലം വിറ്റാ കമ്മീഷൻ, വണ്ടി കൊടുത്താൽ കമ്മീഷൻ, തയ്യൽ മിഷൻ കൊടുത്താൽ കമ്മീഷൻ, എല്ലായിടത്തും കമ്മീഷൻ ഉണ്ട്. ഗുരുവിന് ആളെ ചേർത്ത് കൊടുക്കുന്നതിന്റെ കമ്മീഷൻ എന്നായിരുന്നു ഓർത്ത് നോക്കി. എത്ര വലുതായിരിക്കും അറിയൂ. ശാഖയല്ല, അതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് കൊടുക്കാൻ തോന്നും, ഇല്ലേ? കൊടുക്കാൻ തോന്നും. ഇല്ലാഴികയെന്ന് നമുക്ക് കൊടുക്കാൻ തോന്നും. ആ കൊടുക്കും തോറും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതൊരു ബിസിനസ് ആക്കി എടുക്കണ്ട. ചെറിയ തീറ്റിയിട്ടിട്ട് വലിയ മീനെ പിടിക്കുന്ന ആ കുരുട്ടുബുദ്ധിയും കുബുദ്ധിയും ഒന്നും വേണ്ട. സത്യമായ രീതിയിൽ ഗുരുവിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാല്, സത്യമായിട്ട് ഒരു തുള്ളി കണ്ണുനീര് ഗുരുവിൽ നിന്ന് കൊടുത്താൽ, അർപ്പിച്ചാല് അതിന് മറുപടി തരാതെ പോകുന്നില്ല. ആര് വന്നാലും ചോദിക്കുന്നത് ഭക്ഷണം എല്ലാം കഴിച്ചോ, ഊട്ടി നിറയ്ക്കും. അപ്പൊ അതാണ് നമ്മുടെ ശാഖയിൽ ഏറ്റെടുത്തിരിക്കുന്നത്.
നമ്മുടെ ശാഖയിൽ വരുന്ന ഒരാൾക്ക് പോലും ഭക്ഷണമില്ലാതെ പോകാൻ പാടില്ല. കുറച്ച് സമയം ഇരുന്നാൽ അവരിനി പോയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് എന്റെ മക്കള് പോയിട്ട് അവിടെ പോയി ഒന്നും ഉണ്ടാക്കി കഴിക്കണ്ട, അവർക്കുള്ള ഭക്ഷണവും ഇവിടെ കരുത്. എത്ര കരുതലോടെ നമ്മുടെ ശാഖ നിൽക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്താതെ ഈ സമയത്തും വീട്ടിൽ സീരിയലിന്റെ മുമ്പിലും അത് ആനന്ദമാണെന്ന് വിചാരിക്കും. മനപ്രയാസത്തിന്റെ അങ്ങേയറ്റമായിരിക്കും പിന്നെ ഉണ്ടാകുന്നത്. ജീവിതത്തിൽ നിരന്തരമായിട്ട് വന്നു പെടുന്നത് മുഴുവൻ ഓരോ ടെൻഷനാണ്. ഇന്ന് ടെൻഷനും സ്ട്രെസ്സും ഇല്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ടെൻഷനാണ്. ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ വന്ന് പറയും, ഒരു രക്ഷയില്ല, ടെൻഷനാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് എന്നാ ടെൻഷനാണ്. നമ്മൾ ഓർക്കും, അവനും പറയും ഭയങ്കര ടെൻഷനാണ്. അപ്പൊ നമ്മുടെ ടെൻഷൻ നോക്കും, നമുക്ക് ടെൻഷനുണ്ടോ? സത്യത്തിൽ ഞാനൊരു രഹസ്യം പറയട്ടെ, വേറെ ആരോടും പറയുന്നത്, എനിക്ക് ഒരു ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം ക്ലിയർ ആയിട്ടല്ല. എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് മേലാഴികയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ചിലപ്പോൾ അയ്യോ പൊത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഉണർവാണ്, ഒരു ഉന്മേഷമാണ്, ഒരു പ്രസരിപ്പാണ്. ഇപ്പോഴും ഞാൻ യങ്ങല്ലേ അല്ലെ? ഇപ്പോഴും യങ്ങല്ലേ? അതാണ് ആ ഒരു ഭക്തി, അത് പ്രണയമാണ്, ഭഗവാനുമായിട്ടുള്ള വല്ലാത്തൊരു പ്രണയമാണ്. അങ്ങനെയൊന്നും ആകാൻ ശ്രമിക്കാവോ? അങ്ങനെ ആകാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും, പോസിറ്റീവിലാകാൻ പറ്റും. എത്ര സങ്കടകരമായിട്ടുള്ള അവസ്ഥകളെയും നമുക്ക് പോസിറ്റീവായിട്ട് കണ്ടിട്ട് അതിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. കഷ്ടതകളെ കൂട്ടുകാരനാക്കാൻ പറ്റും. ആ കൂട്ടുകാരന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ചിരിച്ചോണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ദർശനത്തിന്റെ, ഈ ഗുരു ദർശനത്തിന്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ധ്യാനിക്കാൻ പരിശീലിക്കണം. നമ്മുടെ ഉള്ളിൽ സകലതും നിറച്ച് തന്നിട്ടുണ്ട്, സ്വസ്ഥത തന്നിട്ടുണ്ട്, സമാധാനം തന്നിട്ടുണ്ട്, സന്തോഷം തന്നിട്ടുണ്ട്, പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ട്. എല്ലാം നല്ലൊരു പണക്കാരനുണ്ടെന്ന് നമ്മുടെ ഉള്ളിൽ, നല്ല സുന്ദരിമാരും ഉണ്ട്. കറുത്തിട്ടാണെങ്കിലും വെളുത്തിട്ടാണെങ്കിലും എങ്ങനെയാണ് രാവിലെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നേ, ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാ, അതൊന്ന് പറഞ്ഞു നോക്കി. 10 പ്രാവശ്യം പറഞ്ഞു. നമ്മൾ ചെറിയ നിസാരക്കാരല്ല. ഗുരു പറഞ്ഞ തോന്നി ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ പറഞ്ഞ നീ ബ്രഹ്മമാണ് കുഞ്ഞെ, നീ ദൈവമാണ്. ആ ദൈവം എന്തിനാ വല്ലോരുടെ മുമ്പിൽ പോയി ഇരക്കുന്നേ? ഇനി ഇരക്കാൻ പാടില്ല, ചോദിച്ചു മേടിക്കണം. ഭഗവാൻ എനിക്ക് തരണം. ഭഗവാൻ എന്താ എനിക്ക് തരാത്തത്? ഭഗവാൻ എന്താ എനിക്ക് തരാത്തത്? എനിക്ക് വേണം. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, നിർബന്ധിച്ചൊന്ന് ചോദിച്ചു നോക്കി. തീർച്ചയായിട്ടും നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ സന്തോഷമായി തീരും. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നടക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹവും ഉണ്ടാകും. ശ്രീനാരായണ ഗുരുദേവനെ പിൻപറ്റി നിന്നോർക്കാർക്കും ഒരു പരാജയവും ഉണ്ടായിട്ടില്ല. സ്വല്പം രോഗവും അസുഖങ്ങളും ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും നമ്മളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ്. 100 വിഷയങ്ങൾ നമ്മളിൽ ഉണ്ടായാലും എല്ലാത്തിനും ഒരു പരിഹാരമാണ്. നമ്മുടെ സമയം അതിക്രമിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ സമയല്ലേ? നല്ലൊരു സന്ധ്യ, നല്ല മനോഹരമായ ഒരു സന്ധ്യ നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ ശാഖയ്ക്കും പ്രത്യേകിച്ച് നമ്മുടെ രഞ്ജിത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം ഈ രഞ്ജിത്തിന്റെ ഒരു അഘോര പരിശ്രമം, എത്ര നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമമായിരുന്നു. അതൊരു സാക്ഷാത്കാരത്തിന്റെ നാളെ തൊട്ട് നിൽക്കുകയാണ്. പ്രഗത്ഭരായിട്ടുള്ള നല്ല പ്രഭാഷകരെ നമ്മുടെ ശാഖ, മറിയപ്പള്ളി ശാഖായോഗത്തിന്റെ സ്വന്തം പ്രഭാഷകരെന്ന് അഭിമാനിക്കത്തക്ക രീതിയിൽ മറ്റുള്ള ശാഖകളിലും മറ്റുള്ള വേദികളിലും ഒക്കെ അവര് പോയി പ്രഭാഷണം നടത്തുമ്പോൾ നമുക്ക് തന്നെ അഭിമാനിക്കാം. അതുകൊണ്ട് എല്ലാവരും ആ തലത്തിലേക്ക് ഉയർന്നു വരണം എന്ന് പറഞ്ഞുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചു വാക്കുകൾ ഞാൻ നിർത്തുന്നു. എന്നെ ഇത്രയും നേരം കേട്ട് സഹിച്ച് മടുത്ത് കുട്ടിയിരുന്നു, ഉറക്കം വന്നിട്ട് ഉറക്കം വരാത്ത പോലെ ഒക്കെ ഇരുന്ന എല്ലാ സഹോദരിമാർക്കും സഹോദരന്മാർക്കും, എൻ്റെ കമ്മിറ്റി സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ച് കുട്ടപ്പഞ്ചായത്തിന് പ്രത്യേകിച്ച് എല്ലാവർക്കും, പേരെടുത്ത് ആരും പറയുന്നില്ല, എല്ലാവർക്കും എൻ്റെ നന്ദി, സ്നേഹം അറിയിക്കുന്നു. എല്ലാവരും ഗുരുദേവ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു വാക്കുകൾ നിർത്തുന്നു.